where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല. ചില ചിത്രങ്ങൾ ആ കളിക്കളങ്ങൾ ഇപ്പോഴും സജീവമാണ്, നേടിയതും പൊരുതിക്കേറിയതും. പരീക്ഷണങ്ങളെ ജയിക്കാൻ നമ്മളെ പഠിപ്പിച്ചവർ, അറിയാൻ അറിവ് പകരാൻ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരായവർ, മാറുന്ന കാലം, വേഗം, ലോകം ഒപ്പം മുന്നേറാൻ പ്രാപ്തരാക്കിയവർ. ഇനി ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. Good evening all. Welcome back to HomeSkul മാരത്തൺ ഇംപ്രൂവ്മെൻറ്റ് സീരീസ്. നമ്മൾ ഈ സീരീസിൻ്റെ, ഈ മാരത്തൺ സീരീസിൻ്റെ, ഈ ഇംപ്രൂവ്മെൻറ്റ് സീരീസിൻ്റെ ഏകദേശം ഒരു അവസാനങ്ങളിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. നമുക്ക് എക്സാംസ് തുടങ്ങുന്നത് 25th 25th ഒക്ടോബറിനാണ് എക്സാംസ് തുടങ്ങുന്നത്. ഇന്നിപ്പോൾ എത്രയായി? ഇന്നിപ്പോൾ 21 തീയതി, ഒക്ടോബർ 21. ആൻഡ് ഒക്ടോബർ 21 വെള്ളിയാഴ്ച. ഇനി നമുക്ക് എന്നോ തുടങ്ങി എക്സാം തുടങ്ങും? ട്യൂസ്ഡേ തുടങ്ങി എക്സാം തുടങ്ങും. അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ല. നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ഇന്ന് നമ്മൾ നോക്കുന്ന ഫിസിക്സ് ആണ്. ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 മാർക്ക് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് വരാറുണ്ട്. ഹായ് ഗോകുൽ, ഹായ് ഗോകുൽ. എങ്ങനെയുണ്ട് പഠിത്തം ഗോകുൽ? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ചൂടായി വരേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഏറ്റവും ഫൈനൽ മൊമെൻറ്റിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 25th നമ്മുടെ എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് +1. വളരെ നന്നായിട്ട് എഴുതുക. നമ്മൾ 1 മാസത്തോളം ഈ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു അല്ലേ. എന്നിട്ട് നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ എല്ലാം പഠിച്ചു വരുന്നു. ഇനി നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ, 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ നമുക്ക് ഫിസിക്സിന് തീർക്കാനായിട്ട്. ഇന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് തീർക്കും. എന്നിട്ട് സൺഡേ നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമ്മൾ നോക്കി തുടങ്ങും അല്ലേ. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. ലെറ്റ്സ് ഗോ ടു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് നമുക്ക് കിടക്കാം. ഇവിടെ 5 അല്ലെങ്കിൽ 6 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. മെയിനായിട്ട് ലാസ്റ്റ് പോർഷൻ അല്ലേ, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ എന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഏതാ ഹീറ്റ് എൻജിൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, കാർനോട്ട് സൈക്കിൾ, അങ്ങനെയുള്ള പോർഷൻസ് നിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ പഴയ സീരീസ് അല്ലെങ്കിൽ പ്രീവിയസ് എക്സാം പേപ്പേഴ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയ അതാണ്. പക്ഷേ നമ്മളിവിടെ ഇന്ന് ആദ്യം നമ്മളെല്ലാ തിയറിയും ഒന്ന് പറഞ്ഞു വയ്ക്കും. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ നോക്കും. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് ആർ റെഡി, റൈറ്റ്? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തെർമോഡൈനാമിക്സ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻ ഓഫ് തെർമോഡൈനാമിക്സ്. ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് തെർമോഡൈനാമിക്സ് എന്താണെന്ന് അറിയണം അല്ലേ. തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഹീറ്റിനെയും വർക്കിനെയും കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് തെർമോഡൈനാമിക്സ്. സോ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് സ്റ്റഡീസ് അബൌട്ട് ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, ദാറ്റ് സ്റ്റഡി ദ സറൗണ്ടിങ്സ് കണ്ടെയ്ൻ എവറിത്തിങ് അതർ ദാൻ ദ സിസ്റ്റം ഒഴിച്ച് യൂണിവേഴ്സിലെ ബാക്കിയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. സോ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് വിൽ ഗീവ് യു യൂണിവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു ബൗണ്ടറിയാണ്. ഓക്കെ, ഈ ബൗണ്ടറി ഒരു റിയൽ ബൗണ്ടറി ആവാം, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് എ തെർമോസ് ഫ്ലാസ്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ബൗണ്ടറി ആവാം. ഓക്കെ,
അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ബൗണ്ടറി ആവാം. ഒരു കപ്പിൻ്റെ മുകളിൽ നമ്മൾ ലിഡ് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ലിഡ് വിൽ ആക്ട് ലൈക്ക് എ ഫിക്സഡ് ബൗണ്ടറി, അല്ലെങ്കിൽ ഒരു മൂവബിൾ ബൗണ്ടറി ആവാം. സോ എന്താണ് ബൗണ്ടറി? ബൗണ്ടറി ഇസ് ദാറ്റ് തിങ് വിച്ച് സെപ്പറേറ്റ്സ് ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. ഓക്കെ, ബൗണ്ടറി എന്ന് പറയുന്നത് ദ പാർട്ടീഷൻ ഓഫ് ദ സെപ്പറേഷൻ മേക്കിംഗ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പോർഷനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത്. ഈ ബൗണ്ടറി എങ്ങനെയൊക്കെ ആവാം? ഫിക്സഡ് ബൗണ്ടറി ആവാം, അല്ലേ? മൂവബിൾ ബൗണ്ടറി ആവാം. ഫോർ എക്സാമ്പിൾ ഒരു പിസ്റ്റൺ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ പിസ്റ്റൺ എന്താണ്? ഒരു മൂവബിൾ ബൗണ്ടറിയാണ്. റിയൽ ബൗണ്ടറി ആവാം, പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഇമാജിനറി ബൗണ്ടറി ആവാം. സോ 4 ടൈപ്പ് ബൗണ്ടറി: ഫിക്സഡ് ബൗണ്ടറി, മൂവബിൾ ബൗണ്ടറി, റിയൽ ബൗണ്ടറി ആൻഡ് ഇമാജിനറി ബൗണ്ടറി. ഇനി സിസ്റ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ടൈപ്പ് തെർമോഡൈനാമിക് സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. വൺ ഇസ് ദ ഓപ്പൺ സിസ്റ്റം, ദ സെക്കൻഡ് വൺ ഇസ് ദ ക്ലോസ് സിസ്റ്റം ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, ഓപ്പൺ സിസ്റ്റത്തിൽ എന്താ പ്രത്യേകത? ഓപ്പൺ സിസ്റ്റത്തിൽ മാറ്ററും ഹീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അല്ലേ? ഓപ്പൺ സിസ്റ്റം ഇസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം ഇൻ വിച്ച് മാസ് ആൻഡ് ഹീറ്റ് അല്ലെങ്കിൽ മാറ്റർ ആൻഡ് ഹീറ്റ് ക്യാൻ ക്രോസ് ദ ബൗണ്ടറി. ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലോട്ടും മാസും ഹീറ്റും ട്രാൻസ്ഫർ ആവും, അതുപോലെ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലോട്ടും മാസ് ഹീറ്റും ട്രാൻസ്ഫർ ആവും. ദർ ഇസ് 2-way ട്രാൻസ്ഫർ, റൈറ്റ്? സോ ദർ ഇസ് എക്സ്ചേഞ്ച് ഓഫ് മാസ് ആൻഡ് ഹീറ്റ് across the boundary. It can be transferred from system to surrounding and vice versa. അപ്പോൾ രണ്ടും മാസും അല്ലെങ്കിൽ മാറ്ററും ഹീറ്റും ക്രോസ് ചെയ്യും. ഓപ്പൺ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് എ കൺട്രോൾ വോളിയം. ഓപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് കൺട്രോൾ വോളിയം എന്നും കൂടെ പറയാം. ഓക്കെ, എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളൊരു ചൂട് ചായ ഒരു കപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഓപ്പൺ സിസ്റ്റം. അതൊരു ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. കാരണം അവിടെ എന്താ? ആവിയായിട്ട് എന്ത് പോകുന്നുണ്ട്? മാസ് പോകുന്നുണ്ട്, മാറ്റർ ആവിയായിട്ട് പോകുന്നുണ്ട്. ഈ ആവിയുടെ ഒപ്പം എന്തും പോകുന്നുണ്ട്? ചൂടും പോകുന്നുണ്ട്. എനർജി ഈസ് ഓൾസോ ഗോയിങ്, റൈറ്റ്? അപ്പോൾ അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റത്തിൽ മാസും എനർജി ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ക്രോസസ് ദ ബൗണ്ടറി. ഹായ് സുജിത്ത്, ഹൗ ആർ യു? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് എല്ലാം സുജിത്ത്? ഓക്കെ, യാ. ഇനി അടുത്തതായിട്ട് എന്താ ഉള്ളത്? നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റമാണുള്ളത്. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്താണുള്ളത്? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജി ക്രോസ് ചെയ്യും. എനർജി ക്യാൻ ക്രോസ് ദ ബൗണ്ടറി, അല്ലേ? പക്ഷേ മാറ്റർ കനോട്ട് ക്രോസ് ദ ബൗണ്ടറി. മാസ് ക്രോസ് ചെയ്യുന്നില്ല, മാസ് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതാകുന്നുണ്ട്. പക്ഷേ എനർജി ക്യാൻ ക്രോസ് ദ ബൗണ്ടറി, അത് സറൗണ്ടിങ്സിലോട്ട് പോവാം. ഇതിനെ നമുക്ക് എന്തും കൂടെ പറയാം? ക്ലോസ് സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് കൺട്രോൾ മാസ്. അതിനെ നമുക്ക് കൺട്രോൾ മാസ് എന്ന് പറയാം. A closed system is a type of system in which the heat can cross the boundary. Okay, energy can cross the boundary, whereas a closed system is also known as control mass. എന്തുകൊണ്ടാണ് കൺട്രോൾ മാസ് എന്ന് പറയുന്നത്? ബിക്കോസ് മാസ് പോകുന്നില്ല. ഓക്കെ, മാസ് പോകുന്നില്ല. എക്സാമ്പിൾ, നമ്മളിപ്പോൾ നേരത്തെ എടുത്ത ചായക്കപ്പ് അല്ലെങ്കിൽ അതൊരു ലിഡ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നുണ്ട്? ആവി പോകുന്നില്ല, റൈറ്റ്? അല്ലേ? യാ. സോ അവിടെ സ്റ്റീം പോകുന്നില്ല. സോ മാസ് വിൽ നോട്ട് ഗോ. മാസ് നമുക്ക് ക്രോസ് ചെയ്യുന്നില്ല ബൗണ്ടറിയോട്ട്. നേരെ മറിച്ച് എനർജി നമുക്ക് ട്രാൻസ്ഫർ ആവും. എനർജി നമുക്ക് ആ കപ്പിൻ്റെ സൈഡ്സിലെ വാൾസിൽ കൂടെയൊക്കെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഓക്കെ, പോട്ട് ഓഫ് ബോയിലിംഗ് വാട്ടർ വിത്ത് എ ലിഡ് ഓവർ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം സിൻസ് ഹീറ്റ് ക്യാൻ ഓൺലി ക്രോസ് ദ ബൗണ്ടറി. മാസ് ക്രോസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്കുള്ളത് ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്തില്ല? ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ആസ് വെൽ ആസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ. ഹീറ്റും മാറ്ററും ഒന്നും എക്സ്ചേഞ്ച് ആവുന്നില്ല. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. ഓക്കെ, സിസ്റ്റത്തിനുള്ളിൽ തന്നെയാണ് ഹീറ്റും മാറ്ററൊക്കെ കിടക്കുന്നത്. ഇറ്റ് വിൽ നോട്ട് ക്രോസ് ദ ബൗണ്ടറി. ബൗണ്ടറി ക്രോസ് ചെയ്യുന്നില്ല. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും? അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ തെർമോസ് ഫ്ലാസ്ക് ആണ്. അതൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം തെർമോസ് ഫ്ലാസ്ക് ഒരു പരിധി വരെ നമുക്ക് ചൂട് പിടിച്ചു നിർത്താൻ പറ്റും, അല്ലേ? പക്ഷേ എന്നാലും ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തെർമോസ് ഫ്ലാസ്ക് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് പറയാം. അപ്പോൾ 3 ടൈപ്പ് സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. വൺ ഇസ് ദി ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാം, അല്ലേ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഈ പറയുന്ന പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടീഷൻ, ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് എന്ത് കണ്ടീഷനിലാണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻതാൽപ്പി, എൻട്രോപ്പി, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മാസ്, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കൂട്ടാം? ദീസ് ആർ ഓൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്. ഇതെല്ലാം തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ്. സോ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓർ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്,
thermodynamic properties or thermodynamic state variables എന്നും പറയാം is the characteristics identifiable and observable, okay, identifiable and observable of a system by which it can be specified. ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ തെർമോഡൈനമിക് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ് മാസ്, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ. ഇതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ്. ഇനി തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഇസ് ദ എക്സ്റ്റെൻസീവ് thermodynamic properties and the other one is the intensive thermodynamic properties. Extensive thermodynamic properties and the extensive thermodynamic properties are those properties which is dependent on mass or extent of the system. അതായത് സിസ്റ്റം വലുതാവുമ്പോഴേക്കും ആ പ്രോപ്പർട്ടിയും വലുതാവുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഈ പ്രോപ്പർട്ടീസ് എല്ലാം മാസിനെ ഡിപ്പെൻഡൻ്റ് ആണ്. Extensive properties are those properties which depend on the extent of the system. That means that extensive properties are directly related or directly proportional to mass. Mass കൂടുന്ന അനുസരിച്ച് നമ്മുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും കൂടും. എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ വോളിയം, ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇൻറ്റേർണൽ എനർജി എന്താ, മോളിക്യൂൾസ് കൂടുതലാണെങ്കിൽ, ഒരു സിസ്റ്റത്തിലെ മോളിക്യൂൾസ് കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും കൂടുതലായിരിക്കും. മാസ് എൻതാൽപ്പി, ഓക്കെ, എൻട്രോപ്പി, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റൻസീവ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ്. ഇൻറ്റൻസീവ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് എന്തിന് ഡിപ്പെൻഡൻ്റ് അല്ല, ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ മാസിന് ഡിപ്പെൻഡൻ്റ് അല്ല. ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ സിസ്റ്റത്തിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ല. സോ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് ഓഫ് സിസ്റ്റം വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസിന് ഡിപ്പെൻഡ് ചെയ്യില്ല. എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രഷർ, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ്. ഇനി സ്പെസിഫിക് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻതാൽപ്പി ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം യൂഷ്വലി നമ്മൾ മാസ് അല്ലെങ്കിൽ വോളിയം എന്നൊക്കെ പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസാണ്. പക്ഷേ സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് ദ വോളിയം പെർ യൂണിറ്റ് മാസ്, വി ആർ ഡിവൈഡിങ് ദ വോളിയം പെർ യൂണിറ്റ് മാസ്. സോ അവിടെ മാസ് ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ സ്പെസിഫിക് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻസീവ് ആയിരുന്നിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം എന്താവും, ഇൻറ്റൻസീവ് ആവും. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, എക്സ്റ്റെൻസീവ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസിനെ നമുക്ക് ഇൻറ്റൻസീവ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് ആക്കാനായിട്ട് ആ ക്വാണ്ടിറ്റീസിനെല്ലാം നമ്മൾ ബൈ മാസ് ചെയ്താൽ മതി. ബിക്കോസ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോപ്പർട്ടീസ് എല്ലാം പെർ യൂണിറ്റ് മാസ് കൺവേർഷനിലോട്ടാവും. സോ ഇറ്റ് ഇസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ മാസ്, പിന്നെ അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, സോ രണ്ട് തരം തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ്, എക്സ്റ്റെൻസീവ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻറ്റൻസീവ് തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ്. ഇനി അടുത്തത് തെർമോഡൈനമിക് സ്റ്റേറ്റ്. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി തെർമോഡൈനമിക് സ്റ്റേറ്റ് കണ്ടു ഇൻഡയറക്റ്റ് ആയിട്ട്. എന്താ, ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു സമയത്തുള്ള കണ്ടീഷനെയാണ് നമ്മൾ തെർമോഡൈനമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തെർമോഡൈനമിക് സ്റ്റേറ്റ്, അതിനെയാണ് നമ്മൾ thermodynamic state എന്ന് പറയുന്നത്. Thermodynamic state is the condition of the thermodynamic system at a particular instant of time. It is the condition of the thermodynamic system. ഒരു thermodynamic systemത്തിൻ്റെ കണ്ടീഷനെയാണ് നമ്മൾ, ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള കണ്ടീഷനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ് പറയാനായിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യും. ഏതായി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് പറയാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ വി കോൾ ദാറ്റ് ആസ് എ തെർമോഡൈനമിക് പ്രോസസ്. Okay, so thermodynamic process is the process in which a thermodynamic system changes from one state to another. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴേക്കും we call that process as thermodynamic process. പലതരം thermodynamic process ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐസോബാറിക് പ്രോസസ്സ് ഉണ്ട്, ഐസോകോറിക് പ്രോസസ്സ് ഉണ്ട്, അഡിയാബാറ്റിക് പ്രോസസ്സ് ഉണ്ട്, പിന്നെ പോളിട്രോപ്പിക് പ്രോസസ്സ് ഉണ്ട്, ഐസോതേർമൽ പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാം തെർമോഡൈനമിക് പ്രോസസ്സാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് സിസ്റ്റം പോകുമ്പോഴേക്കും വി കോൾ ദാറ്റ് ആസ് പ്രോസസ്. ഇവിടെ നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് ഇത് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് ഇസ് ദിസ് വൺ അല്ലേ. അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കണ വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. P1, V1, T1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അത് അടുത്തൊരു സ്റ്റേറ്റിലോട്ട് എത്തുകയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റിലോട്ട് എത്തുമ്പോൾ ഇറ്റ് ഇസ് P2, V2 ആൻഡ് T2. സെക്കൻഡ് സ്റ്റേറ്റിലോട്ട് എത്തണേ. അപ്പോൾ അവിടെയുള്ള പ്രഷർ വാല്യൂസ്, വോളിയം വാല്യൂ, ടെമ്പറേച്ചർ വാല്യൂസ് എല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് 1 നിന്ന് 2ലോട്ട് എത്തുന്ന ആ ഒരു പാത്ത്,
അതിനെയാണ് നമ്മൾ തെർമോഡൈനമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എല്ലാം പോയിന്റ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അവർ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷേ തെർമോഡൈനമിക് പ്രോസസ്സ് നടക്കുമ്പോഴേക്കും ആ പ്രോസസ്സ് വഴി ഹീറ്റ് ലോസ് ആവുകയോ ചെയ്യോ അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ ആവുകയോ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വർക്ക് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഹീറ്റും വർക്കൊക്കെ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ വർക്ക് അല്ലെങ്കിൽ ഹീറ്റൊക്കെ പാത്ത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നേരെ മറിച്ച് തെർമോഡൈനമിക് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ തെർമോഡൈനമിക് പ്രോപ്പർട്ടീസ് എന്താണ്? ഇറ്റ് ഇസ് പോയിന്റ് ഫങ്ഷൻസ് എന്ന് പറയും. ദേ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ എൻതാൽപ്പി. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതെല്ലാം ഓരോ പോയിൻറ്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദേ നോൺ എസ് പോയിന്റ് ഫങ്ഷൻസ്. നേരെ മറിച്ച് ഈ പ്രോസസ്സിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആയതും എത്ര വർക്ക് ചെയ്തത് അതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോസസ്സ് ആൻഡ് ഹീറ്റ് അല്ലെങ്കിൽ വർക്ക് ഓരോ പ്രോസസ്സിൽ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് അതിനെ പാത്ത് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, സോ വെൻ എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഇറ്റ് ഇസ് സെറ്റ് ടു ഹാവ് അണ്ടർഗോൺ എ തെർമോഡൈനമിക് പ്രോസസ്സ്. അപ്പോൾ അതൊരു തെർമോഡൈനമിക് പ്രോസസ്സ് അണ്ടർഗോ ചെയ്തെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അടുത്തതായിട്ട് ടെമ്പറേച്ചറാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഇസ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദ ബോഡി. ഒരു ബോഡിക്ക് എത്ര ചൂടാണ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എത്ര തണുത്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. സോ ടെമ്പറേച്ചർ ഇസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദ ബോഡി. ടെമ്പറേച്ചർ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ബൈ വിച്ച് we know whether a body is in thermal equilibrium with a given body or with another body. വേറൊരു ബോഡി ആയിട്ട് തെർമൽ ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ഒരു ബോഡി, നമ്മൾ ഒരു ബോഡി 1 എടുക്കുകയാണ് ആൻഡ് ദർ ഇസ് അനദർ ബോഡി 2. ഈ രണ്ട് ബോഡി തെർമൽ ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ അവർ രണ്ടുപേരും ടെമ്പറേച്ചേഴ്സ് സെയിം ആണെന്ന് പറയാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഒരു ലോ പറയുന്നത്, ആൻഡ് ദാറ്റ് ലോ ഇസ് നോൺ ആസ് എ 0th law of thermodynamics. അല്ലേ, നമ്മളത് കാണും. സോ 3 commonly used സ്കെയിൽസ് ടു മെഷർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സ്കെയിൽസ് ഏതൊക്കെയാണ്? വൺ ഇസ് ദ കെൽവിൻ സ്കെയിൽ, അല്ലേ, സയൻറ്റിഫിക് പർപ്പസിനൊക്കെയാണ് നമ്മൾ കെൽവിൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ സെൽഷ്യസ് സ്കെയിൽ യൂസ് ചെയ്യും, ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിനകത്ത് നമ്മൾ സെൽഷ്യസ് സ്കെയിൽ യൂസ് ചെയ്യും, ആൻഡ് ഫാരനീറ്റ് സ്കെയിൽസും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. ഹായ് ശ്രീജ, ഹായ്, ഗുഡ് ഈവനിങ്. എങ്ങനെ പോകുന്നു ശ്രീജ? പ്രിപ്പറേഷൻസ് എല്ലാം, ഫിസിക്സിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം? പത്മശ്രീ, ഹായ് ഹായ്. ഓക്കെ, ഇന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഹോം സ്കൂളിൻ്റെ തന്നെ നമ്മുടെ മാത്സിൻ്റെ മാരത്തൺ ഇംപ്രൂവ്മെൻറ്റ് സീരീസ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സോ 8:30 നമ്മുടെ മഹേഷ് സാറ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ് ആയിട്ട് വരും. ഓക്കെ, സോ അത് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അല്ലേ. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പോർഷനിലെ മാർക്സ് എന്തായാലും ഉറപ്പാണ്. ഓക്കെ, സോ 8:30 നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്? ടെമ്പറേച്ചറിൻ്റെ കേസ് 3 സ്കെയിലുണ്ട്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സെൽഷ്യസ് സ്കെയിൽ, ഫാരനീറ്റ് സ്കെയിൽ, പിന്നെ കെൽവിൻ സ്കെയിൽ എന്നൊക്കെ പറയും, അല്ലേ. കെൽവിൻ സ്കെയിൽ SI യൂണിറ്റ് നമ്മൾ കെൽവിനിലാണ് യൂഷ്വലി മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം ഡൈമെൻഷൻസ് K അല്ലെങ്കിൽ നമ്മൾ തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. ടെമ്പറേച്ചർ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. എന്താണ്? അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. സോ അത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ പല ചാപ്റ്ററിലായിട്ട് പഠിക്കാറുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഈ റിലേഷൻ പഠിക്കാറുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഇവിടെ ഇട്ടുന്നുള്ളൂ. ഓക്കെ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 3 സ്കെയിൽസ്, C/100, C എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ. ഓക്കെ, ആൻഡ് F എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ഇൻ ഫാരനീറ്റ് സ്കെയിൽ, ആൻഡ് K എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. സോ C/100 is equal to F-32/180 is equal to K-273/100. ഈ റിലേഷൻ പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം, അല്ലേ. C/100 ആക്ച്വലി ശരിക്കും C-0/100 ആണ്. C-0/100 is equal to F-32/180. F-32/180 equal to K-273/100. K-273/100. ഓക്കെ, ഈ 0 എന്താ? 0 ഇസ് ദ മെൽറ്റിംഗ് പോയിന്റ്, അല്ലേ. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അല്ലെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. പിന്നെ ഇൻ സെൽഷ്യസ് സ്കെയിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്താ? ഇറ്റ് ഇസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ. 273 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഇൻ കെൽവിൻ സ്കെയിൽ. അതുപോലെ ഇവിടെ നിങ്ങൾ കാണുന്ന 100, ദിസ് ഇസ് ആക്ച്വലി 100 - 0, ബോയിലിംഗ് പോയിന്റ് മൈനസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഇൻ സെൽഷ്യസ് സ്കെയിൽ. അതുപോലെ തന്നെ 180 നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 212 - 32. ഓക്കെ, എന്താ 212? ഫാരനീറ്റ്
Fahrenheit scale boiling point of water ആണ് the 212 and 32 is the melting point of ice in Fahrenheit scale. So 212 minus 32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. സോ അടിയിൽ നമ്മൾ ഈ സ്കെയിൽസിൽ അടിയിൽ കാണുന്നത് എന്താ, ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ 100 മൈനസ് 0, ഇവിടെ 212 മൈനസ് 32 അതായത് 180 വരും. അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലിൽ എങ്ങനെയാണ്, കെൽവിൻ സ്കെയിലിൽ 373 ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, നേരെ മറിച്ച് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഐസിൻ്റെ 273 ആണ്. സോ 373 മൈനസ് 273 വിച്ച് ഇസ് 100. സോ ഈ റിലേഷൻ ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. C by 100 is equal to F minus 32 by 180 equal to K minus 273 by 100 അല്ലേ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഹീറ്റ് ആൻഡ് വർക്കിലോട്ട് പോകേണ്ടതാണ്. ഇനിയാണ് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് വരുന്നത് അല്ലേ. തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് സ്റ്റഡീസ് അബൌട്ട് ഹീറ്റ് ആൻഡ് വർക്ക്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ലെങ്കിൽ എന്താ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു ബോഡീസ് ഇൻ ടേംസ് ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. ഓക്കെ, എന്താണ് ഹീറ്റ്? Heat is a form of energy അല്ലേ. Heat is a form of energy that gets transferred due to temperature difference. നമുക്കറിയാം ഹീറ്റ് എപ്പോഴും ഒരു ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഹീറ്റ് ഓൾവേസ് ഫ്ലോസ് ഫ്രം എ ഹൈ ടെമ്പറേച്ചർ ബോഡി ടു എ ലോ ടെമ്പറേച്ചർ ബോഡി. സോ ഹീറ്റ് is a form of energy that transfers from a high temperature body to a low temperature body. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമുള്ള എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാണ്ട്, ഓക്കെ, ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാണ്ട് വേറെ ഏതൊരു കാരണത്താൽ എനർജി ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വർക്ക് എന്ന് പറയും. യൂഷ്വലി നമ്മൾ മെക്കാനിക്സിലെ വർക്കിന് എന്ത് പറയും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയും അല്ലേ. ഇവിടെ നമ്മൾ വർക്ക് യൂസ് ചെയ്യണത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, യൂഷ്വലി നമ്മൾ വർക്ക് പറയുന്നത് പ്രഷർ ഇൻറ്റു വോളിയം. കാരണം തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ കൂടുതലായിട്ടും ഗ്യാസും ലിക്വിഡൊക്കെയാണ് നമ്മൾ കാണുന്നത്, സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഗ്യാസൊക്കെയാണ്. സോ ഗ്യാസ് നമ്മൾ എന്താ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ടേംസിലല്ല പറയുന്നത് അല്ലേ, പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടേംസിലാണ്. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ മെക്കാനിക്സിൽ കാണുന്നത്. ഇവിടെ നമ്മൾ എന്ത് പറയും, പ്രഷർ ഇൻറ്റു വോളിയം, പ്രഷർ ഇൻറ്റു വോളിയം എന്ന് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം ചേഞ്ച്. സോ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ഇസ് ജൂൾസ്. ഹീറ്റ് ആൻഡ് വർക്ക് ആർ ടു ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം. ഞാൻ പറഞ്ഞല്ലോ, ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴേക്കും ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോഴേക്കും അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാം, ഹീറ്റ് ഗെയിൻ ചെയ്യാം, ഹീറ്റ് ലോസ് ആവാം, അതുപോലെ വർക്ക് നടക്കാം. വർക്ക് ചിലപ്പോൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിലോട്ട് വരും, സിസ്റ്റം ചിലപ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഹീറ്റും വർക്കിൻ്റെ ഒക്കെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ഈ തെർമോഡൈനാമിക് പ്രോസസ്സിനകത്ത്. സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ ടു ഡിഫറെൻറ്റ് വേസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി ഫ്രം വൺ സിസ്റ്റം ടു അനദർ ഓർ ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്. ഹീറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് തെർമൽ എനർജി ബിറ്റ്വീൻ ദ സിസ്റ്റം. ഓക്കെ, എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ഹീറ്റ്. ഓക്കെ, ആൻഡ് work is the transfer of mechanical energy between the systems. Mechanical energy, okay, systems തമ്മിലുള്ള mechanical energy ട്രാൻസ്ഫറിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ദ ഫ്ലോ ഓഫ് എനർജി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമുള്ള ഫ്ലോ ഓഫ് എനർജിനെയാണ് നമ്മൾ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ അതർ എനർജി ട്രാൻസ്ഫേഴ്സ് എക്സെപ്റ്റ് ഫോർ ദ റീസൺ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഒഴിച്ച് ബാക്കി എന്തൊരു റീസൺ കൊണ്ടും എനർജി ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വർക്ക് എന്ന് പറയും. സോ വർക്ക് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ബിറ്റ്വീൻ ദ തെർമോഡൈനാമിക് സിസ്റ്റംസ് ഡ്യൂ ടു ഓൾ ദ റീസൺസ് അതർ ദാൻ ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമുള്ളതിനെ നമ്മൾ എനർജി ട്രാൻസ്ഫറിനെ നമ്മൾ ഹീറ്റ് എന്ന് പറയും. ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാത്ത ബാക്കി ഏതൊരു കാരണത്താലും അതിനെ നമ്മൾ വർക്ക് എന്ന് പറയും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഹീറ്റ് ഗെയിൻഡ് ബൈ എ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഓക്കെ, ഹീറ്റ് ഗെയിൻഡ് ബൈ എ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഹീറ്റ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ആ വർക്കിൻ്റെ കേസിലൊന്ന് നോട്ട് ചെയ്യണം, നമ്മൾ കെമിസ്ട്രിയിലും തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, പക്ഷേ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് വർക്കിൻ്റെ കേസ് അല്ലേ. വർക്ക് ഡൺ ഓൺ ദ കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നത് എന്താ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റവും നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഫിസിക്സിനകത്ത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകരുത്. കാരണം ഈ കെമിസ്ട്രിക്കാർക്ക് എന്താണ്, കെമിസ്ട്രിക്കാർ അവർ എന്തിലാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എൻട്രോപ്പി അല്ലേ, എൻതാൽപ്പി, ആ ഒരു കാര്യങ്ങളിലൊക്കെയാണ്. ഓക്കെ, നമുക്ക് കൂടുതലായിട്ടും മെക്കാനിക്കൽ വർക്കിലാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ഫിസിക്സ് എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മെക്കാനിക്കൽ വർക്ക്. വി ആർ ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി അബൌട്ട് ദ വർക്ക് ഡൺ. വർക്ക് ഡണ്ണിനെ കുറിച്ച് പഠിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം.
അല്ലേ? പക്ഷേ കെമിസ്ട്രിയിൽ അവർ കൂടുതലായിട്ടും എന്താ ഇൻറ്റേർണൽ എനർജിയുടെ ഒരു ഇൻക്രീസിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. സോ കെമിസ്ട്രിയിലുള്ള വർക്കിൻ്റെ നൊട്ടേഷൻസ് അല്ല ഫിസിക്സിലുള്ള വർക്കിൻ്റെ നൊട്ടേഷൻസ്. ഹലോ ശരത്, ഹായ് ഹായ് ശ്രീജ, പത്മശ്രീ. സോ എങ്ങനെയുണ്ട് നമ്മുടെ സീരീസ്? ഏകദേശം നമ്മൾ തീരാറായി അല്ലേ? നമ്മൾ ഒരു മാസത്തോളം നമ്മുടെ ഈ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് നടന്നു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഹൗ കോൺഫിഡൻ്റ് ആർ യു? എക്സാംസ് ഒക്കെ എഴുതാൻ കോൺഫിഡൻ്റ് ആണോ എല്ലാവരും? എവിടെ നമ്മുടെ സുജിത്ത് അല്ലേ? എല്ലാവരും കോൺഫിഡൻ്റ് അല്ലേ? യാ. സോ heat transferred to a system or heat gained by the system is taken as positive. നേരെ മറിച്ച് heat transferred from a system അല്ലെങ്കിൽ heat lost by the system is taken as negative. ഫിസിക്സിനകത്ത് work done by the system is taken as positive and work done on the system is taken as negative. ഇത് നേരെ തിരിച്ചാണ് വർക്കിൻ്റെ കേസ് എവിടെ? കെമിസ്ട്രിനകത്ത്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് എന്താ, ഇവിടെ ഒരു ഫിഗർ ഉണ്ട് അല്ലേ? നോക്കിയേ, heat transferred to the system is taken as positive. Heat gained by the system is taken as positive. നേരെ മറിച്ച് heat lost by the system is taken as negative. ഇതേപോലെ തന്നെ വർക്കിൻ്റെ കേസിൽ വരയ്ക്കാനാണെങ്കിൽ ഇതേ ഫിഗറിൽ തന്നെ ഞാൻ വർക്ക് കാണിക്കുന്നത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഔട്ട് എന്ന് ഞാൻ കാണിക്കുന്നത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഓർക്കുക, കെമിസ്ട്രിയിലെ നൊട്ടേഷൻസ് അല്ല വർക്കിൻ്റെ കേസിൽ. ഫിസിക്സിൽ നേരെ ഓപ്പോസിറ്റാണ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. കാരണം ഇതേ കൊല്ലം തന്നെ അല്ലേ നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട് തെർമോഡൈനാമിക്സ്. സോ മാറിപ്പോകരുത്. ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻറ്റേർണൽ എനർജി. എന്താണ് ഇൻറ്റേർണൽ എനർജി എന്ന് അറിയണം. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴേക്കും ആ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അതിന് പല ടൈപ്പ് എനർജി ഉണ്ടാവും. അതിന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ സം ഓഫ് ഓൾ ദീസ് കൈനറ്റിക് എനർജി, ഓക്കെ, ഈ എന്താ പറയുക, ഈ മോളിക്യൂൾസിൻ്റെ എല്ലാം കൈനറ്റിക് എനർജി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയാം. മോളിക്യൂൾസ് ബോണ്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ സം ഓഫ് ഓൾ ദ എനർജീസ് ഓഫ് ദ മോളിക്യൂൾ, ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി. ഈ കൈനറ്റിക് തന്നെ റൊട്ടേഷനിലും ഉണ്ടാവും, ട്രാൻസ്ലേഷനും ഉണ്ടാവും. ഓക്കെ, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ബോണ്ടിലിരിക്കുന്ന ഒരു മോളിക്യൂളിന് എന്തുണ്ടാവും, അല്ലെങ്കിൽ ബോണ്ടിലിരിക്കുന്ന ആറ്റത്തിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. സോ ഇതിൻ്റെ എല്ലാം സം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ എനർജി കിട്ടും. പക്ഷേ നേരെ മറിച്ച് ഒരു സിസ്റ്റം ഒരു ഹൈറ്റിൽ വയ്ക്കുകയാണ്. സിസ്റ്റം ഇപ്പോൾ ഒരു ഡാറ്റം ലെവലിൽ നിന്ന് ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ആകെ മൊത്തം ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിസ്റ്റം മൂവിങ് ആണെന്ന് വിചാരിക്കുക. മൂവിങ് ആണെങ്കിൽ അതിനെന്തുണ്ടാവും, അതിനൊരു കൈനറ്റിക് എനർജിയും ഉണ്ടാവും അല്ലേ? പക്ഷേ ആ പൊട്ടൻഷ്യലും ആ കൈനറ്റിക് എനർജി എടുക്കരുത്. അതൊരു സിസ്റ്റം ആസ് എ ഹോൾ ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ സിസ്റ്റം ഒരു ഹൈറ്റിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡേറ്റത്തിൽ നിന്ന് പൊങ്ങിയാണ് ഇരിക്കണമെങ്കിൽ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ സിസ്റ്റം മൊത്തത്തിലൊന്ന് നീങ്ങുന്ന സിസ്റ്റം ആണെങ്കിൽ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. പക്ഷേ ആ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി അല്ല ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിൻ്റെ എന്താണ്, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. മോളിക്യൂൾസ് റാൻഡം മോഷനിലായിരിക്കും. അവർക്ക് എന്തുണ്ടാവും, അവർക്ക് ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, അവർക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, നേരെ പോകുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി. അതുപോലെ തിരിയുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുപോലെ ചില ആറ്റംസ് ഒക്കെ ബോണ്ടിലായിരിക്കും, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും. പക്ഷേ അത് നെഗ്ലിജിബിൾ ആണ്, പൊട്ടൻഷ്യൽ എനർജി മിക്കവാറും നെഗ്ലിജിബിൾ ആണ്. സോ ആ എനർജീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. സോ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇസ് ദ ടോട്ടൽ എനർജി പൊസസ്ഡ് ബൈ ദ സിസ്റ്റം ഡ്യൂ ടു ദ മോളിക്കുലർ മോഷൻ ആൻഡ് മോളിക്കുലർ കോൺഫിഗറേഷൻ. സോ ഇൻറ്റേർണൽ എനർജി ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് പ്ലസ് ദ പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ടേം അത്ര വലിയ ഒരു സിഗ്നിഫിക്കൻറ്റ് ടേം ഒന്നുമല്ല, അതൊരു ചെറിയൊരു ടേമാണ്. സോ ഇൻറ്റേർണൽ എനർജി മിക്കവാറും എല്ലാ ബുക്സിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഇസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഇൻറ്റേർണൽ എനർജി ഇസ് എ തെർമോഡൈനമിക് സ്റ്റേറ്റ് വേരിയബിൾ. അതൊരു തെർമോഡൈനമിക് പ്രോപ്പർട്ടിയാണ്. സ്റ്റേറ്റ് വേരിയബിളിൻ്റെ വേറെ പേരാണ് തെർമോഡൈനമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പോയിന്റ്സ്. അതുകൊണ്ട് തന്നെ അവരെ പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് അതാണ്. ഇൻറ്റേർണൽ എനർജി ഒരു തെർമോഡൈനമിക് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഇറ്റ് ഇസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇറ്റ് ഇസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. അതായത് സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2 പോകുമ്പോഴേക്കും ഏത് പാത്തിൽ പോയാലും, ഈ പാത്തിൽ കൂടെ പോയാലും ഇൻറ്റേർണൽ എനർജി വിൽ ബി ദ സെയിം. ഓക്കെ, റൈറ്റ്? യാ. സോ ദിസ് ഇസ് അബൌട്ട് ഇൻറ്റേർണൽ എനർജി. വേറൊരു കാര്യം കൂടെ ഇൻറ്റേർണൽ എനർജിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂടും
ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി ജനറലായിട്ട് കൂടും. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴേക്കും മോളിക്യൂൾസിൻ്റെ ഒരു റാൻഡം മോഷനൊക്കെ കൂടും, അവരുടെ കൈനറ്റിക് എനർജിയൊക്കെ കൂടും അല്ലേ, അവരുടെ ഒരു പൊട്ടൻഷ്യൽ എനർജി അല്ല അവരുടെ ഒരു കൈനറ്റിക് എനർജിയൊക്കെ കൂടും. ആ കൈനറ്റിക് എനർജി കൂടുന്നതുകൊണ്ട് കൈനറ്റിക് എനർജി കൂടും, അതുകൊണ്ട് എന്തുണ്ട് ഇൻറ്റേർണൽ എനർജി നമുക്ക് കൂടും. ഓക്കെ, സോ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴേക്കും നമുക്ക് ഇൻറ്റേർണൽ എനർജി കൂടുന്നുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് തെർമോഡൈനാമിക് ഈക്വിലിബ്രിയം. ഓക്കെ, തെർമോഡൈനാമിക് ഈക്വിലിബ്രിയം. അതിന് മുമ്പ് ഞാൻ 3 ഈക്വിലിബ്രിയം പറയാം. തെർമൽ ഈക്വിലിബ്രിയം, രണ്ട് സിസ്റ്റം തെർമൽ ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഇഫ് ദർ ആർ ടു സിസ്റ്റംസ് സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2 ആൻഡ് ഇഫ് ദർ ടെമ്പറേച്ചേഴ്സ് ആർ ഈക്വൽ, അവർ രണ്ടുപേരും ടെമ്പറേച്ചർ ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2 ആർ ഇൻ തെർമൽ ഈക്വിലിബ്രിയം. അവർ നമുക്ക് പറയാം ദേ ആർ ഇൻ തെർമൽ ഈക്വിലിബ്രിയം, റൈറ്റ്? ഓക്കെ, കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താ? കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു ഈക്വിലിബ്രിയം ഉണ്ട്. ദ ടു സിസ്റ്റംസ് അല്ലെങ്കിൽ എ സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഇൻ കെമിക്കൽ ഈക്വിലിബ്രിയം വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കോമ്പസിഷൻ ഓഫ് ദ സിസ്റ്റം. കെമിക്കൽ കോമ്പസിഷൻ ഓഫ് ദ സിസ്റ്റത്തിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ, അതിൻ്റെ കെമിക്കൽ കോമ്പസിഷന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ കെമിക്കൽ ഈക്വിലിബ്രിയം. അതായത് ഈക്വൽ നമ്പർ ഓഫ് റിയാക്ടൻസും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കെമിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. മെക്കാനിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോഴേക്കും അവിടെ വേറെ മെക്കാനിക്കൽ മോഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ദ ഫോഴ്സസ് ആർ ഓൾ ബാലൻസ്ഡ്, അൺബാലൻസ്ഡ് ഫോഴ്സസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ മെക്കാനിക്കൽ ഈക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ, സോ കെമിക്കൽ ഈക്വിലിബ്രിയം ദർ ഇസ് നോ എന്താ പറയുക, ദർ ഇസ് ഇക്വാലൻറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും അധികം നടക്കുന്നില്ല. ദ കോമ്പസിഷൻ റിമെയിൻസ് ദ സെയിം, കെമിക്കൽ കോമ്പസിഷൻ റിമെയിൻസ് ദ സെയിം വിത്തിൻ ദ സിസ്റ്റം. അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ അൺബാലൻസ്ഡ് ഫോഴ്സ് ഒന്നുമില്ല, എല്ലാ ഫോഴ്സും ബാലൻസ്ഡ് ആണ്. അങ്ങനെയുള്ളതിനെ നമുക്ക് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയും. തെർമൽ ഇക്വിലിബ്രിയം, രണ്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുമ്പോഴേക്കും അവരുടെ ടെമ്പറേച്ചേഴ്സ് സെയിം ആയിരിക്കും. ഈ 3 ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ആണെങ്കിൽ, ഇഫ് എ സിസ്റ്റം ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം simultaneously, then we can say that the system is in thermodynamic equilibrium. So a system is said to be in thermodynamic equilibrium when it is in chemical, mechanical and thermal equilibrium simultaneously. Okay, clear? So ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന് എന്തുണ്ടാവില്ല, അതിൻ്റെ പ്രഷർ, വോളിയം, വാല്യൂസ് എല്ലാം it does not change with the time. Okay, a thermodynamic system is said to be in thermodynamic equilibrium when thermodynamic variables such as pressure, volume, temperature, mass does not change with time. ഇതിൻ്റെ ഒരു വേറൊരു മോഡ് ഓഫ് ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. when a system is said to be in chemical, mechanical and thermal equilibrium simultaneously, we can say that it is in thermodynamic equilibrium. അപ്പോൾ ഈ 3 ഇക്വിലിബ്രിയം ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്തതിനാൽ we can say the system is in തെർമോഡൈനാമിക് ഈക്വിലിബ്രിയം. അടുത്തതായിട്ട് അഡിയാബാറ്റിക് വാളും ഡയതേർമൽ വാളും എന്താണെന്നറിയണം. 2 ടൈപ്പ് സെപ്പറേഷൻസ് ആണ്, വാൾസ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് ആണ്. അഡിയാബാറ്റിക് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് എന്തില്ല, ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. ഹീറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം സറൗണ്ടിങ്ങും തമ്മിലില്ല. ഓക്കെ, ശരത് ഹായ്, ഗൂഗിൾ, ഹെയ്സൽ, ഓക്കെ, ഗൂഗിൾ എറണാകുളമാണ് എൻ്റെ സ്വദേശം. ഓക്കെ, ഗൂഗിളിൻ്റെ എവിടെയാണ്? ഗൂഗിൾ എവിടെ? കോഴിക്കോടാണോ? ഓക്കെ, ശരത് ഹായ്. ശരത്തിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം എങ്ങനെ പോകുന്നുണ്ട്? ഹൗ വാസ് യുവർ പ്രിപ്പറേഷൻസ്? ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്? നമ്മുടെ സീരീസ് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ? ഓക്കെ, സോ അഡിയാബാറ്റിക് വാൾ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഇറ്റ് ഈസ് എ വാൾ which does not allow the heat to transfer between system and surrounding. System surrounding തമ്മിൽ heat transfer ഇല്ല, അങ്ങനെയുള്ള വാളുണ്ട്. So adiabatic wall is an insulating wall that does not allow the flow of heat between the system and its surroundings or between the two systems. Adiabatic process എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കും. It is that process in which there is no transfer of heat between the system and surrounding. System surrounding തമ്മിൽ heat transfer ഇല്ല. ഓക്കെ, അപ്പോൾ അഡിയാബാറ്റിക് വാൾ എന്താ? ഇറ്റ് ഈസ് എ വാൾ ഓർ എ ഇൻസുലേറ്റിംഗ് വാൾ ദാറ്റ് ഡസ് നോട്ട് അലൗ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. ഓക്കെ, ഇനി ഡയതെർമിക് വാൾ എന്താ? ഇറ്റ് അലൗസ്, അതൊരു കണ്ടക്റ്റിംഗ് വാളുണ്ട്. ഇറ്റ് അലൗസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, സോ ഡയതെർമിക് വാൾ ഓർ ദ കണ്ടക്റ്റിംഗ് വാൾ ഇസ് ദാറ്റ്
which allows the heat energy to flow between the system and surrounding. System surrounding തമ്മിൽ heat flow നടക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ വാളിനെ നമ്മൾ എന്ത് പറയും? We call it as diathermal wall. Okay, so രണ്ട് ടൈപ്പ് വാൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്സിനകത്തുണ്ട് അല്ലേ? NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് SCERT ടെക്സ്റ്റ് ബുക്കും. സോ അഡിയാബാറ്റിക് വാൾ എന്ന് പറയുന്നത് ദാറ്റ് വാൾ വിച്ച് വിൽ നോട്ട് അലൗ ഹീറ്റ് ടു ട്രാൻസ്ഫർ ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അങ്ങനെയുള്ള വാളിനെയാണ് നമ്മൾ adiabatic wall എന്ന് പറയുന്നത്. Diathermal wall എന്ന് പറയുമ്പോഴേക്കും there is transfer of heat between the system and the surrounding. Hi Hazel, hi. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും എല്ലാ ദിവസവും കയറി പരിചയമുണ്ടെന്നുള്ളേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹായ് പറയുന്നുണ്ട് അല്ലേ? നിത്യ ഹേസലിനോടൊക്കെ ഹായ് പറയുന്നുണ്ട് അല്ലേ? യാ, ഓക്കെ. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ്ങുമായി ഇവിടെ ഇംപ്രൂവ്മെൻറ്റ് സീരീസിൽ അല്ലേ? യാ, സോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ്. നമ്മൾ തെർമൽ ഈക്വിലിബ്രിയത്തിൻ്റെ കേസ് പറഞ്ഞു. തെർമൽ ഈക്വിലിബ്രിയത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഫ്രെയിം ചെയ്ത്. എന്തുകൊണ്ടാണ് സീറോത്ത് ലോ എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ഈ ലോ ഫോം ചെയ്തത് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം നമ്മൾ അതിനെ സീറോത്ത് ലോ എന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തെർമോഡൈനമിക്സിൻ്റെ ഫോമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഇതിനൊരു നമ്പർ കൊടുക്കണം, എന്നാൽ പിന്നെ തേർഡ് ലോ എന്ന് ഇടാൻ പാടുമോ? തേർഡ് ലോ ഒന്നും ഇടുന്നില്ല, കാരണം ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു ലോ ആണ് സീറോത്ത് ലോ. അതുകൊണ്ടാണ് അതിന് ആ നമ്പർ കൊടുത്തേക്കുന്നത്. ഓക്കെ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയുന്നത്. കാരണം ഇത് നോട്ടീസ് ചെയ്ത് പോയില്ല, കാരണം നമുക്കിത് അറിയാവുന്ന കാര്യമാണ് അല്ലേ? കൺസിഡർ 3 സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ 3 സിസ്റ്റംസ് A, B and C എന്ന് പറഞ്ഞ ഒരു 3 സിസ്റ്റം ഉണ്ട്. ഇഫ് A is in thermal equilibrium, if the temperature of A and C are the same and temperature of B and C are the same, then the temperature of A and B are the same. Okay, so temperature of A is equal to the temperature of C. Okay, ഇവിടെ ഒരു റെഫറൻസ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, ഒരു C എന്ന് പറയുന്നത്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് B is equal to the temperature of C. Temperature of the system B is equal to temperature of the system C. Then we can say that temperature of A is equal to temperature of B. സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ എപ്പോഴാണ് രണ്ട് സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ സെയിം ആവുന്നത്? when they are said to be in thermal equilibrium. So if A is in thermal equilibrium with C and B is in thermal equilibrium with C separately, then A and B are in thermal equilibrium with each other. Then A and B are in thermal equilibrium with each other. That is known as zeroth law of thermodynamics. ഇവിടെ C എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാ, തെർമോമീറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? കാരണം തെർമോമീറ്റർ ആണ് നമ്മൾ എന്ത് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ തെർമോമീറ്റർ സെയിം ടെമ്പറേച്ചർ കാണിക്കണുണ്ട് രണ്ട് ബോഡിയിലും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോഡീനകത്തും എന്താ, ഈ രണ്ട് ബോഡിയിലും ഈക്വൽ ടെമ്പറേച്ചേഴ്സ് ആണെന്ന് പറയാം അല്ലേ? യാ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എനിക്ക് ക്ലിയർ ആയി ലാസ്റ്റ് ടൈം. ഓക്കെ Hazel, thank you so much. Yeah. Okay. ഏതെങ്കിലും പോർഷൻ ക്ലിയർ അല്ലാത്ത നമുക്ക് സീരീസ് നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ വിഷ്ണു, ഹായ്. അഡിയാബാറ്റിക് വാളിന് ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് വിദ്യ. അഡിയാബാറ്റിക് വാളിന് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ തെർമോസ് ഫ്ലാസ്കിൻ്റെ വാൾസ് നമുക്കൊരു അഡിയാബാറ്റിക് വാളാന്ന് പറയാം. ഓക്കെ, തെർമോഫ്ലാസ്കിൻ്റെ വാൾ. കാരണം തെർമോസ് ഫ്ലാസ്ക് എന്താണ്, ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ തെർമോഫ്ലാസ്കിൻ്റെ വാൾ നമുക്ക് എന്തായിട്ട് നമുക്ക് പറയാം, അതൊരു അഡിയാബാറ്റിക് വാളായിട്ട് പറയാം. സോ നമ്മൾ സീറോത്തിലോട്ട് ഹായ് മേബിൾ, ഹായ് മേബിളൊക്കെ എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ സീരീസ് കാണുന്ന ഒരു ആളാണ് അല്ലേ മേബിൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മേബിളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തന്നെ ചാർട്ട് ചെയ്തേക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? സോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, if two bodies A and B are in thermal equilibrium with a third system or a third body C, then A and B are in thermal equilibrium with each other. So if A is in thermal equilibrium with C and B is in thermal equilibrium with C, then A and B are in thermal equilibrium with each other. Clear? So ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് zeroth law of thermodynamics.
എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാം. കാരണം എനിക്ക് അടുത്ത PPTസിലോട്ട് പോകാൻ പറ്റുന്നില്ല. സോ ഞാനൊന്ന് ടെക്നിക്കൽ ഇഷ്യൂ ഒന്ന് റിസോൾവ് ചെയ്യാം നമുക്ക് ആ നേരം കൊണ്ട്. നമുക്കൊന്ന് 0th ലോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്താണ് 0th ലോ? ഇതുവരെ നമ്മൾ റിവൈസ് ചെയ്തത് എന്താ? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു, ഇഫ് ദ ടു ബോഡീസ് ആർ ഇൻ, ഇഫ് A is in thermal equilibrium with C and B is in thermal equilibrium with C, then A and B are in thermal equilibrium with each other. അതിനെയാണ് നമ്മൾ 0th law of thermodynamics എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്? ഇതുവരെ നമ്മൾ പഠിച്ചേക്കുന്ന സിസ്റ്റം, നമുക്കിതൊന്ന് റിസോൾവ് ചെയ്യാൻ നോക്കാം അല്ലേ? നമുക്ക് ഈ ഇഷ്യൂ ഒന്ന് നോക്കാം, സോൾവ് ചെയ്യാൻ നോക്കാം. ഇനി ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല, ചില ചിത്രങ്ങൾ. ഓക്കെ, നമ്മൾ ഇഷ്യൂ നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കി. നമുക്ക് ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാണ് ഒരു ലാഗ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ 0th ലോ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 0th law of thermodynamics നമ്മൾ എന്താ പറയുന്നത്? 0th law of thermodynamics, if A is in thermal equilibrium with C and another system B is in thermal equilibrium with C, then A and B are in thermal equilibrium with each other. ഓക്കെ, ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതാണ് ആ ടോപ്പിക്ക്? തെർമോഡൈനാമിക് പ്രോസസ്സ് നമ്മൾ എന്താന്ന് പറഞ്ഞു? ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ, when a system changes from one state to another state, then that process is known as thermodynamic process. When a system changes from one state to another state, then that is known as a thermodynamic process. A thermodynamic process is said to happen or said to take place when a system changes state. Okay, when change occurs in the state of the thermodynamic system. 3-4 ടൈപ്പ് പ്രോസസ്സാണ് നമ്മൾ യൂഷ്വലി പഠിക്കുന്നത്. ഒന്ന് ഐസോതെർമൽ പ്രോസസ്സ്. നിങ്ങളൊന്ന് പറഞ്ഞാൽ ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ നടക്കുന്നത്? ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു, അഡിയാബാറ്റിക് വാൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അഡിയാബാറ്റിക് വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ് വാൾ വിച്ച് ഡസ് നോട്ട് അലൗ ദ ഹീറ്റ് ടു ട്രാൻസ്ഫർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ അഡിയാബാറ്റിക് വാൾ എന്ന് പറയും. അതുപോലെ തന്നെ അഡിയാബാറ്റിക് പ്രോസസ്സ് അപ്പോൾ എന്തായിരിക്കും? ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് heat. Heat transfer ഇല്ല. There is no transfer of heat between the system and the surrounding. അടുത്തത് ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇസ് കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള പ്രോസസ്സിൽ എന്താണ് പ്രത്യേകത? പ്രഷർ ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഐസോകോറിക് പ്രോസസ്സിനകത്ത് വോളിയം ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഐസോകോറിക് പ്രോസസ്സിനകത്ത് വോളിയം ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴേക്കും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് എന്താണുള്ളത്? ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഐസോതെർമൽ പ്രോസസ്സ് നമുക്ക് ആദ്യമായിട്ട് കാണാം.
ആദ്യം നമ്മൾ കാണുന്ന ഐസോതെർമൽ പ്രോസസ് ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. സോ എ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ഗ്യാസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ ആൻഡ് സച്ച് എ പ്രോസസ് ഇസ് നോൺ ആസ് ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ is known as a without any change in temperature is known as isothermal process. A change in pressure and volume of the gas without any change in the temperature is known as an isothermal change. ഓക്കെ, രണ്ട് കണ്ടീഷൻ ഉണ്ട് ഐസോതെർമൽ ചേഞ്ചിന്. ഐസോതെർമൽ ചേഞ്ചിന് നടക്കണമെങ്കിൽ ഒന്ന്, ആ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയിരിക്കണം. ഓക്കെ, താങ്ക് യു എവ്രി വൺ ഫോർ യുവർ ലവ്. എല്ലാവരും എനിക്ക് സ്മൈലിയും ഫയറും തംസ് അപ്പ് ഒക്കെ തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. താങ്ക് യു സോ മച്ച്. ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരും അല്ലേ. അത് വരും, അത് റിസോൾവ് ആവും. എന്നാലും നിങ്ങൾ ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് നിങ്ങൾ എന്താക്കി വളരെ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മാർക്സ് എല്ലാം ഷൂട്ടപ്പ് ആവും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് കൊണ്ട്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. ഐസോതെർമൽ പ്രോസസ്സിനകത്ത് എന്താ നടക്കുന്നത്? ഐസോതെർമൽ പ്രോസസ്സിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ആ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് പ്രോസസ് ഷുഡ് ബി വെരി സ്ലോ. ഭയങ്കര സ്ലോ ആയിട്ടാണ് ഐസോതെർമൽ പ്രോസസ്സ് നടക്കാൻ പാടുള്ളൂ. രണ്ടാമതായിട്ട് എന്താണ്? വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ, വാൾസ് ഓഫ് ദ കണ്ടെയ്നർ മസ്റ്റ് ബി പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾ. അതായത് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാൾ നല്ലൊരു പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വാൾ ആയിരിക്കണം. Okay, it should be a perfectly conducting wall. So these are the two conditions of isothermal process. The walls of the container must be perfectly conducting to allow the free exchange of heat between the gas and the surrounding. Gas and surrounding തമ്മിൽ ഒരു ഫ്രീ എക്സ്ചേഞ്ച് നടക്കണം ഹീറ്റിൻ്റെ. സോ വാൾസ് കണ്ടക്റ്റിംഗ് വാൾസ് ആയിരിക്കണം. പിന്നെ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കണം. അതായത് ഓരോ സ്റ്റേറ്റിൽ ഇതിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ഓരോ സ്റ്റേറ്റും ഒരു ഇക്വിലിബ്രിയമാണ്. ആ ഓരോ സ്റ്റേറ്റും ഒരു ഇക്വിലിബ്രിയം. ദ പ്രോസസ് ഇസ് വെരി 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 സ്ലോ. നമ്മൾ വേറൊരു പ്രോസസ്സ് പഠിക്കുന്നുണ്ട്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്താ? ആ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്. ഇറ്റ് പ്രൊസീഡ്സ് ഇൻ എ വെരി സ്ലോ മാനർ. വളരെ 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 പതുക്കെയാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ഓൾ ദ സിസ്റ്റം ഇസ് കൺസിഡർഡ് ടു ബി ആൻ ഈക്വിലിബ്രിയം സ്റ്റേറ്റ്. ഓക്കെ, അതൊരു ഐഡിയൽ പ്രോസസ്സാണ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ പ്രോസസ്സാണ്. എല്ലാ സ്റ്റേറ്റും ആ പ്രോസസ്സിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേറ്റും വളരെ ഈക്വിലിബ്രിയത്തിലാണ്. എല്ലാ സ്റ്റേറ്റും ഈക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. കാരണം ആ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്. അതുപോലെ തന്നെയാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സിനകത്തും വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾസ് ഓഫ് ഐസോതെർമൽ പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മെൽറ്റിംഗ് എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് ദ സോളിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് അല്ലേ. അതുപോലെ ബോയിലിംഗ്, ദ പ്രോസസ് ഇൻ വിച്ച് ദ ലിക്വിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ്. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്താ? 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് കംപ്ലീറ്റ് ആയിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആവണം. 0 ഡിഗ്രി സെൽഷ്യസിലെ ഐസ് കംപ്ലീറ്റ് ആയിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആവണം. അതുപോലെ 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീം ആവണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമില്ല. ദർ ഇസ് ഓൺലി ചേഞ്ച് ഇൻ ഫേസിന് മാത്രമേ മാറ്റുള്ളൂ. സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു. പക്ഷേ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല, ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് ഇല്ല. ഓക്കെ, സോ ഇത് രണ്ടും ഐസോതെർമൽ പ്രോസസ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ഐസോതെർമൽ പ്രോസസ്, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? PV = nRT. Okay, PV = nRT. N is the number of moles, R is the universal gas constant 8.314 joule mole raised to -1 Kelvin raised to -1, and T is the temperature in Kelvin scale. T എന്ന് പറയുന്നത് എന്താ? It is the temperature in Kelvin scale. So PV = nRT. Number of moles നമുക്ക് 1 ആക്കി എടുക്കാം. So PV = RT. PV = RT. R ഒരു കോൺസ്റ്റന്റ് ആണല്ലേ. So PV/T = a constant. PV/T = a constant. ഓക്കെ, ഇനി സാധാരണ നമ്മൾ രണ്ട് സ്റ്റേറ്റിൻ്റെ കേസിൽ PV/T = a constant എന്ന് പറയും. P1V1/T1 = P2V2/T2 എന്ന് പറയാം. രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ട് സ്റ്റേറ്റിൽ സ്റ്റേറ്റ് ഇക്വേഷൻസ് ചെയ്യുമ്പോൾ P1V1/T1 = P2V2/T2. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ എന്താ? ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ T1 = T2 ആണ്. T1 = T2. അപ്പോൾ എന്ത് പറ്റും? P1V1 = P2V2. P1V1 = P2V2. ക്ലിയർ? സോ അതാണ് ഐസോതെർമൽ ഇക്വേഷൻ.
ഇക്വേഷൻ ഓഫ് ഐസോതെർമൽ പ്രോസസ് നമ്മൾ പറഞ്ഞു പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ പറയും പി വി ഈക്വൽ ടു P1 V1 ഇസ് ഈക്വൽ ടു P2 V2. ഓക്കെ, PV in the first state is equal to PV in the second state. P1 V1 is equal to P2 V2 is equal to PV is equal to a constant. It is equal to a constant. Okay. ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, സാധാരണ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ടൊന്ന് പോവാം. ഓക്കെ, ഗ്യാസിൻ്റെ കേസിൽ സപ്പോസ് ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദർ ഇസ് ഗ്യാസ് ഇൻസൈഡ് ദിസ്. ആ ഗ്യാസിൻ്റെ പ്രഷർ പി ആയിക്കോട്ടെ, ദ വോളിയം ഇസ് വി. The volume is V. So force എന്ന് പറയുന്നത് നമുക്ക് പ്രഷറിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ ഇൻറ്റു ഏരിയ വിൽ ഗിവ് യു ഫോഴ്സ് ഇൻറ്റു എസ്. ഓക്കെ, നൗ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്താക്കി എഴുതാം? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് വോളിയം. സോ വർക്ക് ഡൺ നമുക്ക് പി വി എന്ന് പറഞ്ഞിട്ടാണ് ജനറലായിട്ട് ഇക്വേഷൻസ് ഉള്ളത്. സോ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കേസിൽ വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കേസിൽ വോളിയം ചേഞ്ച് ആവുന്നുണ്ട്. സപ്പോസ് ഇനീഷ്യൽ വോളിയം V1 ആണെന്ന് വിചാരിക്കുക, അത് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ദ ഫൈനൽ വോളിയം എന്താണെന്ന് വിചാരിക്കുക? ഫൈനൽ വോളിയം ഇസ് V2 എന്ന് വിചാരിക്കുക. ഫൈനൽ വോളിയം ഇസ് V2. ഓക്കെ, ഫൈനൽ വോളിയം V2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്താണ്? ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഡി വി, പി ഇൻറ്റു ഡി വി. ഓക്കെ, ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ യൂഷ്വലി നമ്മുടെ റെഗുലർ ക്ലാസ്സസിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ദ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ചേഞ്ച് ദ വോളിയം ബൈ എ സ്മോൾ എമൗണ്ട് ഡി വി ഇസ് പി ഇൻറ്റു ഡി വി. സോ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി. നമ്മുടെ വോളിയം എവിടെ നിന്ന് എങ്ങോട്ടാണ് മാറുന്നത്? നമ്മുടെ വോളിയം മാറുന്നത് V1 to V2 ആണ്. Our volume is changing from V1 to V2. So total work done is equal to W is equal to integral dW is equal to integral PdV. W is equal to integral dW is equal to integral PdV. ഇനി എവിടെയാണ് വോളിയം ചേഞ്ച് ചെയ്യണം? വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വോളിയം. വോളിയം വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്. സോ V1 to V2 നമ്മുടെ ഗ്യാസിൻ്റെ വോളിയം എവിടെ നിന്ന് എങ്ങോട്ടാണ് മാറുന്നത്? V1 to V2. നമുക്കൊരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, നമുക്കൊരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇനീഷ്യൽ വോളിയം എന്താണെന്ന് വിചാരിക്കുക? V1 ആണെന്ന് വിചാരിക്കുക. ആ വോളിയം എന്തായി? ആ വോളിയം V2 ആയി എന്ന് വിചാരിക്കുക. സോ ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ V1 to V2 PdV. ദ വോളിയം ഹാസ് ചേഞ്ച്ഡ് ഫ്രം V1 to V2. V1 നിന്ന് V2ലോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള വർക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വോളിയമാണ്, പക്ഷേ ഇവിടെ ഉള്ളത് പ്രഷർ ടേം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മേക്ക് പ്രഷർ ഇൻ ടേംസ് ഓഫ് വോളിയം. പ്രഷർ നമ്മൾ വോളിയത്തിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് യൂസ് ചെയ്യാം. ഐസോതെർമൽ ഇക്വേഷൻ എന്താ? P1 V1 ഇസ് ഈക്വൽ ടു P2 V2 ഇസ് ഈക്വൽ ടു PV ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, P1 V1 ഇസ് ഈക്വൽ ടു P2 V2 ഈക്വൽ ടു PV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. റൈറ്റ്? സോ പ്രഷർ നമുക്ക് എന്താവും? പ്രഷർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? K by V എന്ന് എഴുതാം അല്ലേ? ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് പ്രഷർ എങ്ങനെ എഴുതാം? K by V. K by V. റൈറ്റ്? സോ നമുക്ക് Pന് പകരം ഞാൻ K എന്ന് പറയണേ. ഓക്കെ, ഇവിടെ K എന്താണ്? K ഇസ് എ കോൺസ്റ്റൻറ്റ്. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ Pക്ക് നമുക്ക് K by V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യു ഇസ് W, ഇൻറ്റഗ്രൽ V1 to V2, ഇൻറ്റഗ്രൽ V1 to V2. P എന്താണ്? ഇറ്റ് ഇസ് K by V. K by V dV. ഇറ്റ് ഈസ് ഈക്വൽ ടു K by V dV. പ്രഷറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ് K by V dV. ഇവിടെ K എന്താണ്? K ഇസ് എ കോൺസ്റ്റൻറ്റ്. നമുക്കത് പുറത്തെടുക്കാം. ഓക്കെ, K ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഞാൻ ഇവിടെ എഴുതുന്നു K ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ K ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ഇൻറ്റഗ്രൽ V1 to V2 1 by V dV. ഇൻറ്റഗ്രൽ V1 to V2 1 by V dV. ഇൻറ്റഗ്രേഷൻ ഇസ് ദ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് d by dx of log x എന്താ? d by dx of log K by V dV. K by V dV തന്നെയാണ്. ആ K നമ്മൾ പുറത്തെടുത്തു. കറക്റ്റ്. ഓക്കെ, K നമ്മൾ പുറത്തെടുത്തു. കറക്റ്റ്. K കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പുറത്തെടുത്തു. സോ 1 by V dV. ഇൻറ്റഗ്രേഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ദ ഓപ്പോസിറ്റ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ d by dx of log x എന്താ? 1 by x. അപ്പോൾ ഇൻറ്റഗ്രൽ 1 by x എന്താ? ഇൻറ്റഗ്രൽ 1 by x ഇസ് log x. ഓക്കെ, d by dx of log x ഇസ് ഈക്വൽ ടു 1 by x. സോ ഇൻറ്റഗ്രൽ, അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? ഇൻറ്റഗ്രൽ 1 by x dx എന്ന് പറയുന്നത് log x ആണ്, അല്ലെങ്കിൽ ln x, നാച്ചുറൽ ലോഗരിതം log x എന്ന് പറയാം. ഓക്കെ, സോ
കെ ഇൻറ്റു 1/v dv നമുക്ക് എന്താവും ln എന്ന് എഴുതാം, നാച്ചുറൽ ലോഗരിതം ഓഫ് v വിത്തിൻ ദ ലിമിറ്റ് ഫ്രം v1 ടു v2. ഓക്കെ, ഈ ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ ദ ലിമിറ്റ് ഫ്രം v1 ടു v2. സോ കെ ഇൻറ്റു ln v വിത്തിൻ ദ ലിമിറ്റ് ഫ്രം v1 ടു v2. അതെ, ലോഗ് തന്നെയാണ് ln, ലോഗ് ടു ദ ബേസ് ഇ. നമ്മൾ സാധാരണ ലോഗ് ടു ദ ബേസ് ഇ, ലോഗ് ടു ദ ബേസ് ഇ എന്ന് പറയൂലേ, ബേസ് ഇ ലോഗരിതത്തിനെയാണ് നമ്മൾ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ln എന്നും എഴുതാം, നാച്ചുറൽ ലോഗരിതം നമുക്ക് ln എന്നും എഴുതാം. ഓക്കെ, ബേസ് 10 ലോഗരിതം ഉണ്ട്. ബേസ് 10 ലോഗരിതം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2.303 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ln v കിട്ടി. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. കെ ഇൻറ്റു ln v2 മൈനസ് ln v1. കെ ഇൻറ്റു ln v2 മൈനസ് ln v1. ഓക്കെ, ഇനി കെ എന്താ, കെ നമുക്ക് തിരിച്ച് വേണമെങ്കിൽ പി വി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. കെ എന്ന് പറയുന്നത് എന്തായിരുന്നു, P1 V1 is equal to P2 V2 is equal to PV is equal to a constant. PV is equal to a constant. So PV equal to nRT ആണെന്ന് നമുക്കറിയാം. PV is equal to nRT. n നമുക്ക് 1 ആക്കി എടുക്കാം, നമ്പർ ഓഫ് മോൾസ് നമുക്ക് 1 ആക്കി എടുക്കാം. സോ PV is equal to RT is equal to a constant. അപ്പോൾ കോൺസ്റ്റൻ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് എനിക്ക് പി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ പി വി എന്ന് ഇപ്പോൾ കൊടുക്കില്ല, പി വിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, ആർ ടി. പി വി ഈസ് ഈക്വൽ ടു ആർ ടി. സോ ആർ ടി ഇൻറ്റു ln v2 മൈനസ് ln v1. എന്താണ് ln v2 മൈനസ് ln v1? നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോഗ് എ ബി എന്ന് പറയുന്നത് എന്താ, ലോഗ് എ ബി എന്ന് പറയുന്നത് ലോഗ് എ പ്ലസ് ലോഗ് ബി. അതുപോലെ ലോഗ് എ ബൈ ബി എന്താ, log a by b is log a minus log b. log a minus log b. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് എന്താ, ഇവിടെ നമുക്കുള്ളത് ln v2 മൈനസ് ln v1. ln v2 മൈനസ് ln v1 എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താക്കാം, ln ഇൻറ്റു log a മൈനസ് log b is equal to log a by b. So ln v2 by v1. Okay, so this is the work done in isothermal process. So work done in isothermal process, RT into ln v2 minus ln v2 by v1. Very important. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് ഷുവർ ഷോർട്ട് ആയിട്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വരും. ഇത് അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ വർക്ക് ഡൺ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്, DW ചെറിയ വർക്ക് ഡൺ. ഓക്കെ, ചെറിയൊരു വോളിയം ചേഞ്ചിന് DW ഡി വി എന്ന് പറഞ്ഞൊരു വോളിയം ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന് വേണ്ട വർക്ക് എന്താണ്, DW ഇസ് ഈക്വൽ ടു PdV. അതിനുശേഷം നമുക്ക് വർക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DW ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ v1 ടു v2 PdV. അപ്പോൾ ഇൻ്റഗ്രൽ v1 ടു v2 പി ഉള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, ബിക്കോസ് പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, പീനെ എങ്ങനെയെങ്കിലും വോളിയത്തിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. സോ ഞാൻ കെ ബൈ വി എന്ന് എഴുതി. ഓക്കെ, പി ഈസ് ഈക്വൽ ടു കെ ബൈ വി. സോ ഇൻ്റഗ്രൽ v1 ടു v2 കെ ബൈ വി ഡി വി. കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമുക്കത് പുറത്തെടുക്കാം. സോ കെ ഇൻറ്റു ഇൻ്റഗ്രൽ v1 ടു v2 1 ബൈ വി ഡി വി. എന്താണ് 1 ബൈ വി ഡി വി? ഇറ്റ് ഇസ് ലോഗ് വി. Okay, so ln v within the limit from v1 to v2. So k into ln v2 upper limit minus lower limit, ln v2 minus ln v1. ഇനി കെനെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒന്നല്ലെങ്കിൽ പി വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ പി വി ഈക്വൽ ടു, പക്ഷേ പി വി അല്ലല്ലോ, പി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേക്കാളും നല്ലത് നമുക്ക് ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്കോസ് നമ്മളൊരു ഐസോതെർമൽ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്, അവിടെ പ്രഷറും വോളിയും ഒക്കെ ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ ഏറ്റവും നല്ലത്, ഏറ്റവും സുന്ദരം എന്താണ്, ഏറ്റവും നല്ലത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം ആർ ടി എന്ന്. കാരണം ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ടി എന്ന് പറയുന്നത് എന്താണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. സോ ആർ ടി ഇൻറ്റു ln v2 by v1. എങ്ങനെയാണ് ln v2 by v1 വന്നത്, log a by b equal to log a minus log b. Clear? So this is the work done in isothermal process. ദേ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. അതാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇനി ഞാനത് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എന്താണ് ഫൈനൽ എക്സ്പ്രഷൻ വന്നത്, അത് എഴുതാം. W is equal to RT ln v2 by v1. RT ln v2 by v1. What is the work done in isochloric process? ഞാൻ എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഇസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ ഏതാണെങ്കിൽ P1 V1 by T1 is equal to P2 V2 by T2. P2 V2 by T2. അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ് ഐസോകോറിക് പ്രോസസ്സിൽ. സോ V1 is equal to V2. അങ്ങനെയാണെങ്കിൽ P1 by T1 is equal to P2 by T2. P1 by T1 is equal to P2 by T2. ഓക്കെ, സോ ഐസോകോറിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ
എന്തായിരിക്കും? 0 ആയിരിക്കും. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം ചേഞ്ച് ഉണ്ടാവുന്നില്ല. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡി വി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡി വി. വോളിയം ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഡി വി ഇല്ല. ഡി വി ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് വോളിയം ഇസ് കോൺസ്റ്റൻറ്റ് ഐസോകോറിക് പ്രോസസ്സിൽ. അതിൻ്റെ അർത്ഥം വർക്ക് ഡൺ ഇസ് 0. വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് ഇസ് 0. അപ്പോൾ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു ക്യാൻ ഗെറ്റ് 3 മാർക്സ്. എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ്. വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് ഇസ് 0. ക്ലിയർ? കാരണം അവിടെ വോളിയം ചേഞ്ച് ഇല്ല. അപ്പോൾ ഐസോകോറിക് പ്രോസസ്സിനകത്ത് ദ എൻറ്റയർ ഹീറ്റ് സപ്ലൈഡ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ റിവിഷനിൽ. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? ദ ഹീറ്റ് സപ്ലൈഡ് ടു എ സിസ്റ്റം is used for 2 purposes. One is to increase the internal energy and other part is used to do some work. Other part is used to do work. So the heat supplied to a system is used to increase the internal energy of the system and to do some useful work and to do some mechanical work. ഇനി വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ the entire heat supplied is used to increase the internal energy. The entire heat supplied is used to increase the internal energy. Internal energy കൂട്ടാനായിട്ടാണ് entire heat നമ്മൾ യൂസ് ചെയ്യുന്നത്. internal energy കൂട്ടാനായിട്ടാണ് entire ഹീറ്റും നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ സപ്ലൈ ചെയ്താൽ നടക്കുന്നത്. അവിടെ വർക്ക് കിട്ടില്ല. ഓക്കെ, സോ നമുക്കറിയാം Q എന്ന് പറയുന്നത് എന്താ? ഹീറ്റ് സപ്ലൈഡ് എന്താ? MC∆T. നമ്മളത് പഠിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. MC∆T. അവിടെ സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് ഇൻ കോൺസ്റ്റൻറ്റ് വോളിയം. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴേക്കും Q ഈക്വൽ ടു CV∆T. എന്താ CV? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇസ് നോൺ ആസ് CV. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് is MCV∆T. Heat supplied in a constant volume process or isocoric processes, MCV∆T, that is used entirely to increase the internal energy. അത് കംപ്ലീറ്റ് ആയിട്ട് internal energy കൂട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഐസോകോറിക് പ്രോസസ്സിനകത്ത് വർക്ക് 0 ആണ്. ഓക്കെ, വർക്ക് 0 ആണ്. സോ ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ എനർജിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ U ഇസ് ഈക്വൽ ടു ∆U ഈക്വൽ ടു MC∆T. നമുക്കിപ്പോൾ M1 ആക്കി എടുക്കാം. ലെറ്റ്സ് മേക്ക് M as 1. നമുക്ക് M1 ആക്കി എടുക്കാം. സോ ∆U ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു CV∆T. ഇറ്റ് ഈസ് ഈക്വൽ ടു CV∆T. ഇത് ഞാൻ ഈ കോൺസെപ്റ്റ് ഇതിൻ്റെ ഒപ്പം പറഞ്ഞു പോയെന്നുള്ളൂ. നമുക്ക് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വർക്ക് ഡൺ ഇൻ എൻ ഐസോകോറിക് പ്രോസസ് എന്താണ്? 0 ആണ്. അതിൻ്റെ ഒപ്പം ഞാനിത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ദ എൻറ്റയർ ഹീറ്റ് വിച്ച് സപ്ലൈഡ് ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്, ഒരു ഐസോകോറിക് പ്രോസസ്സിൽ സപ്ലൈ ചെയ്യുന്നത് എൻറ്റയർ ഹീറ്റും എന്തായിട്ടാണ് യൂസ് ചെയ്തേക്കണം? അത് ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ഉണ്ടാവില്ല. സോ ഇൻറ്റേർണൽ എനർജിക്ക് ഒരു എക്സ്പ്രഷനും കിട്ടി, CV∆T. ഓക്കെ, CV∆T. ക്ലിയർ? സോ ദിസ് ഇസ് 1 ക്വസ്റ്റ്യൻ. 3 മാർക്കാണിത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കാം അഡിയാബാറ്റിക് പ്രോസസ്. എന്താണ് അഡിയാബാറ്റിക് വാൾ? നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റിംഗ് വാൾ ദാറ്റ് ഡസ് നോട്ട് അലോ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. എവിടെ? അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത്. അതുപോലെ തന്നെ അത് തന്നെയാണ് അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് നടക്കുന്നത്, അല്ലേ? ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. ഓക്കെ, എ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ് when no heat is allowed to escape from the gas is known as an adiabatic change. It is known as an adiabatic change. Isothermal process in 2 condition ഉണ്ടായിരുന്നു. ഒന്ന്, the process should be very slow. The process should be very slow such that each state passed by the system. ഓരോ സ്റ്റേറ്റ് എന്താണ്? ഈക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ പ്രോസസ്സ് എന്തായിരിക്കണം? ആ വാൾസ് എല്ലാം എന്തായിരിക്കണം? ഹൈലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾസ് ആയിരിക്കണം. നേരെ മറിച്ച് അഡിയാബാറ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ആണ്. വാൾസ് എല്ലാം അഡിയാബാറ്റിക് വാൾസ് ആയിരിക്കണം. വാൾസ് എല്ലാം ഐസൊലേറ്റിംഗ് വാൾസ് ആയിരിക്കണം, ഇൻസുലേറ്റിംഗ് വാൾസ് ആയിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ പാടില്ല സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ. സോ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ മസ്റ്റ് ബി പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കണം. ആൻഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ ഗ്യാസ് ആൻഡ് ദ സറൗണ്ടിങ്സ്. സോ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള വാൾ ആയിരിക്കണം. അതുപോലെ തന്നെ ദ പ്രോസസ് ഓഫ് കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ഷുഡ് ബി സഡൻ. ഭയങ്കര സ്പീഡിൽ നടക്കണം ഏത്? അഡിയാബാറ്റിക് പ്രോസസ്സ്. കാരണം ഹീറ്റ് ട്രാൻസ്ഫറിന് ഒരു ടൈം കൊടുക്കരുത്.
ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ആവാൻ ടൈം കൊടുക്കരുത്. അപ്പോൾ ടൈം കൊടുക്കാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നേരെ മറിച്ച് ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ സെയിം ആവണം അല്ലേ, അപ്പോൾ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണം. പക്ഷേ അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്ത് പാടില്ല, ഹീറ്റ് ട്രാൻസ്ഫർ പാടില്ല. അപ്പോൾ ദ പ്രോസസ് ഷുഡ് ബി വെരി ഫാസ്റ്റ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അഡിയാബാറ്റിക് പ്രോസസ്സിൽ. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ ഷുഡ് ബി സഡൻ. ദർ ഷുഡ് ബി നോ ടൈം ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. നോ ടൈം ഫോർ എക്സ്ചേഞ്ച്, സമയം കൊടുക്കരുത് ഹീറ്റ് എക്സ്ചേഞ്ച് ആവാനുള്ളത്. ക്ലിയർ? ഹായ് ആദിരാജ്, ഹായ്. യാ, എക്സാമ്പിൾസ് ഓഫ് അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സിന് എക്സാമ്പിൾ എന്താ, സഡൻ ബേർസ്റ്റിംഗ് ഓഫ് ബലൂൺസ് സഡൻ ബേർസ്റ്റ് ചെയ്യുമ്പോൾ, സഡൻ ബേർസ്റ്റിംഗ് ഓഫ് ട്യൂബ്സ് ഓഫ് ബൈസൈക്കിൾസ് ടയർ, ഇതെല്ലാം എന്താ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. സോ ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് പ്രോസസ്. സച്ച് എ പ്രോസസ് ഇസ് നോൺ ആസ് എൻ അഡിയാബാറ്റിക് പ്രോസസ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് അഡിയാബാറ്റിക് പ്രോസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PV⁻γ is equal to a constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ് നമുക്ക് എടുക്കാം. Suppose the first state is state 1, the other one is state 2. So P1V1 is equal to P2V2 is equal to P2V2 is equal to PV is equal to a constant. PV is equal to a constant. So P1V1 equal to P2V2 equal to PV is equal to a constant. E process equation, adiabatic process equation like state equation പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യമുണ്ട് അവിടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഗാമ, എന്താണ് ഗാമ? ഗാമ ഇസ് ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ടു that at constant volume. Okay, it is a ratio of specific heat at constant pressure to constant volume. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. thermal properties എന്ന് പറഞ്ഞ ലെസൺ പഠിക്കല്ലേ, നമ്മൾ thermal properties എന്ന് പറഞ്ഞ ലെസണിൽ നമ്മൾ ഈ ടേംസ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. CP/CV is equal to gamma. Gamma is equal to CP/CV. It is a ratio of specific heat at constant pressure to specific heat at constant volume. ഓക്കെ, ഗാമ വാല്യൂ ഫോർ എയറിൻ്റെ ഗാമ വാല്യൂ എത്രയാണ്? ഇറ്റ് ഇസ് 1.4. ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ, എയറിൻ്റെ ഗാമ വാല്യൂ ഇറ്റ് ഇസ് 1.4. ക്ലിയർ? ഇനി അഡിയാബാറ്റിക് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു എന്താ, ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, അതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെയായിട്ട് വരും. ഓക്കെ, ഗ്രാഫ് കണ്ടല്ലോ. PV ഡയഗ്രാം വരയ്ക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, PV ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഞാൻ PV ഡയഗ്രത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ ഡയഗ്രാം ഒന്ന് പറഞ്ഞേക്കാം. ഐസോതെർമൽ പ്രോസസ്സിനകത്ത്, ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിനകത്ത് PV ഡയഗ്രാം എന്താ, ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഓക്കെ, PV ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം. പ്രഷർ ഇസ് പ്ലോട്ടഡ് ഓൺ ദ Y ആക്സിസ്, വോളിയം ഇസ് പ്ലോട്ടഡ് ഓൺ ദി X ആക്സിസ്. പ്രഷർ വോളിയം ഡയഗ്രാം ഇങ്ങനെയാണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിനും ഇങ്ങനെയാണ്. അഡിയാബാറ്റിക് പ്രോസസ്സിനും പ്രഷർ വോളിയം ഡയഗ്രാം എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ. ഓക്കെ, സ്ലോപ്പിനൊരു ചെറിയ വ്യത്യാസം ഉള്ളതുള്ളൂ, സ്ലോപ്പിനൊരു വ്യത്യാസമുണ്ട് അല്ലേ, ഇവിടെ സ്ലോപ്പ് വ്യത്യാസമുണ്ട്, ബട്ട് കേർവ് ഏകദേശം സെയിം ആണ്. ഓക്കെ, സോ ഇത് രണ്ടും ഐസോതെർമലും ഐസോതെർമൽ പ്രോസസ്സിനും അഡിയാബാറ്റിക് പ്രോസസ്സിനും ഇങ്ങനെയാണ് PV ഡയഗ്രാം വരുന്നത്. ഇനി ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്ത് ചേഞ്ച് ഇല്ല, അവിടെ വോളിയം ചേഞ്ച് ഇല്ല. അപ്പോൾ ദ ഗ്രാഫ് ഇസ് എ ലൈൻ പാരലൽ ടു ദ Y ആക്സിസ്. പ്രഷർ മാറുന്നുണ്ട് പക്ഷേ വോളിയം മാറുന്നില്ല. സപ്പോസ് ഇത് സ്റ്റേറ്റ് 1 ആണെന്ന് വിചാരിക്കുക, ഇത് സ്റ്റേറ്റ് 2 ആണെന്ന് വിചാരിക്കുക. സോ സ്റ്റേറ്റ് 1ലും സ്റ്റേറ്റ് 2ലും പ്രഷർ വാല്യൂസ് വ്യത്യാസമുണ്ട്. P1 P2 ഇങ്ങനെയാണ്, പക്ഷേ വോളിയം വാല്യൂസിന് വ്യത്യാസമില്ല. വോളിയം വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, സോ ദിസ് ഇസ് ദ PV ഡയഗ്രാം ഫോർ ഐസോകോറിക് പ്രോസസ്സിൻ്റെ PV ഡയഗ്രാമാണ്. സി ഓക്കെ, സോ PV ഡയഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് പറഞ്ഞെന്നുള്ളൂ, കാരണം യൂസ്ഫുൾ ആണ്, എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്സിൽ എന്ത് മാറുന്നില്ല, പ്രഷർ ഇസ് കോൺസ്റ്റൻറ്റ്. എന്ത് കോൺസ്റ്റൻ്റ് ആണ്? പ്രഷർ ഇസ് കോൺസ്റ്റൻറ്റ്, പക്ഷെ വോളിയം മാറുന്നുണ്ട്. സോ സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2ലോട്ട് പോകുമ്പോൾ വോളിയം വിൽ ചേഞ്ച് ഫ്രം V1 to V2, പക്ഷേ പ്രഷർ ഇസ് കോൺസ്റ്റൻറ്റ്. സോ ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി X ആക്സിസ്. ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി X ആക്സിസ്. ക്ലിയർ? ഇനി നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ലോ ഒന്ന് അപ്ലൈ ചെയ്താണ് ചെയ്യുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സിൽ നോക്കിയിട്ടില്ല, അതെനിക്കറിയാം, പക്ഷേ എന്നാലും നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? ദ ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം, ഓക്കെ, ഇസ് ഡൺ ഫോർ അല്ലെങ്കിൽ ഇസ് റിക്വയർഡ് ഫോർ 2 purposes.
അല്ലേ? രണ്ട് പേർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. വൺ ഇസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് ദി അതർ ഇസ് ടു ഡു സം യൂസ്ഫുൾ വർക്ക്. സോ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ടു പേർപ്പസ്. വൺ ഇസ് ടു ഡു പാർട്ട്ലി ടു ഡു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. പാർട്ട്ലി കുറച്ച് നമ്മൾ ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ട് ഉപയോഗിക്കും, ആൻഡ് ബാക്കി കുറച്ച് എന്ത് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് എന്തില്ല? അഡിയാബാറ്റിക് പ്രോസസ്സിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. Q0 ആണ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, Q0 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോയിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും 0 is equal to delta U plus W. 0 is equal to delta U plus W. So delta W ഒക്കെ സെയിം തന്നെ. ഓക്കെ, നോ പ്രോബ്ലം. സോ delta U is equal to minus of delta W, or delta W is equal to minus of delta U. Delta W is equal to minus of delta U. ഈ ഇക്വേഷൻ്റെ അർത്ഥം എന്താ? ഈ ഇക്വേഷൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പോൾ വർക്ക് എങ്ങനെ ചെയ്യും? വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? വർക്ക് ഇസ് ഡൺ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പെൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ വർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ കറസ്പോണ്ടിങ് വർക്ക് അപ്പിയേഴ്സ് വെൻ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ അത് എന്തായിട്ട് വരും? വർക്കായിട്ട് വരും, കാരണം ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ Q നമുക്ക് 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റ U is equal to ഡെൽറ്റ U equal to മൈനസ് ഓഫ് ഡെൽറ്റ W, അല്ലെങ്കിൽ ഡെൽറ്റ W is equal to മൈനസ് ഓഫ് ഡെൽറ്റ U വരും. സോ വർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജിയുടെ ഡിക്രീസ് ആണ് നമുക്കിവിടെ വർക്കായിട്ട് അപ്പിയർ ആവുന്നത്. ഓക്കെ, സോ വർക്ക് ഡൺ ഇസ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജി. അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് ഇക്വേഷൻ? ആദ്യം നമുക്ക് അത് എഴുതി വയ്ക്കാം അല്ലേ. P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2, പ്രോസസ് ഇക്വേഷൻ ആണ്. P2 V2 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രോസസ് ഇക്വേഷൻ. നമുക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? വർക്ക് ഡൺ, ചെറിയ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ വോളിയം ബൈ ചെറിയ എമൗണ്ട്. ഓക്കെ, DW is equal to PdV. DW is equal to PdV. എവിടെ നിന്ന് എങ്ങോട്ടാണ് വോളിയം ചേഞ്ച്? സോ ടോട്ടൽ വർക്ക് ഡൺ W ഈക്വൽ ടു ഇൻ്റഗ്രൽ DW is equal to ഇൻ്റഗ്രൽ V1 to V2 PdV. ഇൻ്റഗ്രൽ V1 to V2 PdV. So we are differentiating അല്ല, we are integrating അല്ലേ. ഡിഫറൻഷിയേഷൻ അല്ല, ഇവിടെ ഇൻ്റഗ്രേഷൻ ആണ്. ഓക്കെ, സോ we are integrating with respect to വോളിയം വൈസ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. അതെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രഷർ ഇൻ ടേംസ് ഓഫ് വോളിയം എഴുതാൻ നോക്കണം. പ്രഷർ ഇൻ ടേംസ് ഓഫ് വോളിയം നമുക്കിവിടെ അറിയാം PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് K ബൈ V റേസ് ടു ഗാമ. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എവിടെ ഫോളോ ചെയ്തത്? ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഐസോതെർമലിൽ ഫോളോ ചെയ്തത്. അവിടെ എന്തായിരുന്നു? P is equal to K ബൈ V ആയിരുന്നു. ഇവിടെ P is equal to K ബൈ V റേസ് ടു ഗാമ. അപ്പോൾ Pക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Pക്ക് പകരം നമുക്ക് K ബൈ V raised to gamma dV within the limit from V1 to V2. Okay, K വേണമെങ്കിൽ ഒന്ന് പുറത്തെടുത്തോ. K ഒന്ന് പുറത്തെടുക്കാം. So what will this become? This will become K into integral V1 to V2 1 by V raised to gamma. 1 by V raised to gamma എന്നുള്ളത് V raised to minus gamma dV എന്ന് എഴുതാം. ഓക്കെ, K into integral V1 to V2 V raised to minus gamma dV. ഇനി നമ്മൾ ഇൻ്റഗ്രേഷനിൽ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ x raised to n dx. x raised to n dx എന്താ? x raised to n plus 1 by n plus 1. x raised to n plus 1 by n plus 1. ഓക്കെ, സോ V raised to minus gamma dV എന്താ? V raised to minus gamma plus 1 by minus gamma plus 1. മൈനസ് ഗാമ പ്ലസ് 1 അല്ലേ. പുറത്താരുണ്ട്? പുറത്ത് K ഉണ്ട്. ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. V raised to minus gamma ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ V raised to minus gamma plus 1 by minus gamma plus 1 within the limit from V1 to V2. Within the limit from V1 to V2. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അല്ലേ? കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ? വർക്ക് ഡൺ ക്ലിയർ ആണോ ഇത്രയും വരെ? ആദിരാജ് ക്ലിയർ ആണോ? ശരത് ഓക്കെ. ഇനി അടുത്തത് എന്താണ്?
നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ കെ ഇൻറ്റു ഞാൻ ഈ ഗാമ മൈനസ് ഗാമ പ്ലസ് 1 പുറത്തെടുക്കണം, ബിക്കോസ് ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ, അത് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്കത് പുറത്തെടുക്കാം. സോ മൈനസ് ഗാമ പ്ലസ് 1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ ആരോ ഉള്ളത് വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1, അപ്പോൾ അപ്പർ ലിമിറ്റ് ഇസ് v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് v1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1, ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ അടുത്തത് ശ്രദ്ധിക്കണം, ഞാനിത് റബ് ചെയ്യണതാണ്. ഓക്കെ, ഇനി ഈ കെ നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷേ ഓരോ ടേമിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഓരോ ടേമിലോട്ട് നമ്മൾ v2ൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ നമ്മൾ എന്ത് കൊടുത്തേക്കണം, ആ സമയത്ത് കെ നമ്മൾ p2 റേസ് ടു ഗാമ എന്ന് കൊടുക്കണം. അതുപോലെ v1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, p1 റേസ് ടു ഗാമ. ഓക്കെ, സോ കെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ, ചെയ്യുമ്പോൾ 1 മൈനസ് ഗാമ പ്ലസ് 1, ആദ്യം കെ ഇൻറ്റു v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1, അപ്പോൾ കെ ഇൻറ്റു v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് കെ ഇൻറ്റു v1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കെ ആയിരുന്നില്ലേ ഉള്ളിലുണ്ടായിരുന്നത്, ഇതെന്തിനാ പുറത്തെടുത്തതെന്നൊക്കെ വിചാരിക്കും, സാറിൻ്റെ തലയ്ക്ക് ഓളമാണോ എന്നൊക്കെ വിചാരിക്കും. അല്ല, ഓക്കെ, ഈ കെ കൊണ്ട് യൂസ് ഉണ്ട്. ഈ കെ നമ്മൾ എന്ത് കൊടുക്കും, p2 v2 റേസ് ടു ഗാമ എന്നൊക്കെ കൊടുക്കും. ഓക്കെ, സോ 1 മൈനസ് ഗാമ പ്ലസ് 1, ഈ v2ൻ്റെ ഒപ്പം നമ്മൾ എന്ത് കൊടുക്കും, p2 v2 റേസ് ടു ഗാമ ഇൻറ്റു v2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ഇവിടെ നമ്മൾ കെയിന് എന്ത് വാല്യൂ കൊടുക്കും, p1 v1 റേസ് ടു ഗാമ ഇൻറ്റു v1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 Okay, so this is equal to 1 by minus gamma plus 1. ഇതെന്താവും, what will this become, v2 raised to gamma into v2 raised to minus gamma plus 1. ഇത് രണ്ടും x raised to m into x raised to n, x raised to m plus 1. So gamma minus gamma അത് പോകും, പിന്നെ ആകെ ഉള്ളത് 1 ആണ്. So this will become p2 v2. Similarly ഇവിടെ എന്ത് പറ്റും, v raised to gamma into v raised to minus gamma plus 1, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ it will become p1 v1. So 1 by minus gamma plus 1, p2 v2 minus p1 v1, clear, p2 v2 minus p1 v1. So ഏകദേശം നമ്മൾ ഒരു ലാസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഡെറിവേഷൻ്റെ. സോ ഫൈനൽ വാല്യൂ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു p2 v2 minus p1 v1 ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1 അല്ലെങ്കിൽ 1 മൈനസ് ഗാമ. ഓക്കെ, 1 മൈനസ് ഗാമ. ഇനി നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണെന്നറിയാം, സോ പി വി ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ആർ ടി എന്ന് കൊടുക്കാം. അപ്പോൾ p1 v1 എന്നുള്ള സ്ഥലത്ത് rt1 കൊടുക്കാം, p2 v2 ഉള്ള സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം, rt2 കൊടുക്കാം, റൈറ്റ്. സോ ദിസ് വിൽ ബിക്കം rt2 മൈനസ് rt1 divided by 1 minus gamma. R നമുക്ക് പുറത്തെടുക്കാം. So R into T2 minus T1 divided by 1 minus gamma. Okay, so this is the expression for work done. ചിലപ്പോൾ ഒക്കെ നമ്മൾ ഒരു മൈനസ് സൈൻ പുറത്തെടുത്തിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും, R into T1 minus T2 by gamma minus 1 എന്നും എഴുതാറുണ്ട്. ഓക്കെ, ഒരു മൈനസ് നമ്മൾ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും പുറത്തെടുത്ത് കഴിഞ്ഞാൽ R into T1 minus T2 by gamma minus 1 എന്നും നമ്മൾ എഴുതാറുണ്ട്. ക്ലിയർ, റൈറ്റ്? ഓക്കെ, സോ ദിസ് ഇസ് ദ വർക്ക് ഡൺ ഫോർ അഡിയാബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഇത്. ഓക്കെ, അടുത്തത്, അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും നമുക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഐസോകോറിക് പ്രോസസ് ആൻഡ് ഐസോബാറിക് പ്രോസസ്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്, ഐസോകോറിക് പ്രോസസ് ഇസ് ദാറ്റ് പ്രോസസ്, അല്ലേ, ഇറ്റ് ഇസ് ദാറ്റ് പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഇസ് കോൺസ്റ്റൻറ്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഇക്വേഷനിൽ എന്താ, പി വി ബൈ ടി, p1 v1 by t1 is equal to p2 v2 by t2, അല്ലേ, p2 v2 by t2. സോ v1 ഈക്വൽ ടു v2 വരും, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ p1 by t1 is equal to p2 by t2 is equal to a constant. ഓക്കെ, കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആണ്, വോളിയം ഇസ് കോൺസ്റ്റൻറ്റ്. ഇനി ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ,
in an isobaric process pressure is kept constant. Pressure constant ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ V1/T1 is equal to V2/T2 ആവും. കാരണം എന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ P1ഉം P2 ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, so V1/T1 is equal to V2/T2 ആയിരിക്കും. ക്ലിയർ? സോ ഐസോകോറിക് പ്രോസസ് is that process in which volume is constant. ഇനി ഐസോകോറിക് പ്രോസസ്സിൻ്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ വർക്ക് ഇസ് ഡൺ, വർക്കൊന്നും ചെയ്യുന്നില്ല, നോ വർക്ക് ഇസ് ഡൺ ഓൺ ഓർ ബൈ ദ ഗ്യാസ്, ഹീറ്റ് അബ്സോർബ് ബൈ ദ ഗ്യാസ്. ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ടാണ് നമ്മൾ ഹീറ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഹീറ്റ് അബ്സോർബ്ഡ് ഇസ് യൂസ്ഡ് ടു ഡു എൻറ്റയർലി is used entirely to increase the internal energy. Internal energy കൂട്ടാനാണ് നമ്മളിവിടെ ഹീറ്റ് കൊണ്ട് ഉപയോഗിക്കുന്നത്. വർക്ക് എന്തില്ല? വർക്ക് ഇല്ല. ഓക്കെ, നേരെ മറിച്ച് ഐസോബാറിക് പ്രോസസ്സിനകത്ത്, ഐസോബാറിക് പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫറിനെ നമുക്ക് എന്ത് ചെയ്യാം? mCp∆T എന്ന് എഴുതാം. ഓക്കെ, mCp∆T നമുക്കറിയാം, ഹീറ്റ് ഇസ് ഈക്വൽ ടു mc∆T. ഇത് കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റിനെ എങ്ങനെ എഴുതാം? Cp∆T എന്ന് എഴുതാം. സോ Q ഇസ് ഈക്വൽ ടു mCp∆T. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫർ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഒന്ന് ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ബാക്കി കുറച്ച് വർക്ക് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? സോ ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കാരണം ഈ പ്രോസസ്സ് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ലോ വേണ്ടി വന്നു. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താ പറയുന്നത്? According to first law of thermodynamics, whenever a heat is added to the system, it transforms into equal amount of energy in some other form. അതൊരു കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണല്ലേ. സോ ഹീറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു എ സിസ്റ്റം ഇസ് പാർട്ട്ലി യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് ടു ഡു സം യൂസ്ഫുൾ വർക്ക്. എല്ലാ പ്രോസസ്സിനും അങ്ങനെയല്ല, പക്ഷെ ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താ? ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു എ സിസ്റ്റം ഓക്കെ appears as some form of energy. It is used partly to increase the internal energy and to do some useful work. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി ശരിക്കും എന്താവുന്നുണ്ട്? ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇൻറ്റേർണൽ എനർജി അല്ലേ? ഇൻറ്റേർണൽ എനർജി മോസ്റ്റ്ലി എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി മോസ്റ്റ്ലി കൈനറ്റിക് ആണ്. പൊട്ടൻഷ്യൽ ഉണ്ട് ചെറുതായിട്ട്, മോളിക്യൂൾസിൻ്റെ ബോണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ഉണ്ട്, പക്ഷേ കൈനറ്റിക് ആണ് കൂടുതലായിട്ടും. ആൻഡ് ദെൻ സം എമൗണ്ട് ഓഫ് മെക്കാനിക്കൽ വർക്ക്. അപ്പോൾ ഇവിടെ എനർജി, ഹീറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻ ടു heat energy is transferred from one form to another form. Heat energy gets converted into kinetic energy of molecules plus mechanical work. അതാണ് ഇവിടെ it gets transformed. The heat is added to the system, transforms into equal amount of another form of energy. dq is equal to du plus dw. നമ്മൾ ഡെൽറ്റ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ 11th യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ് അല്ലേ? സ്മോൾ ചേഞ്ചസ് ഒക്കെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് dq du അല്ലേ? സോ dq is the small amount of heat that is applied to the system by the surroundings. du is the small amount of internal energy increase and dw is the small amount of work which is done by the system on the surroundings. Very important. So dq is equal to du plus dw. അപ്പോൾ ഫസ്റ്റ് ലോ ശരിക്കും ആരും ഒബേ ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് is in accordance with law of conservation of energy. It is in accordance with law of conservation of energy. നമ്മൾ എനർജി കൺസർവേഷൻ ലോ, വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ലെസണിൽ പഠിക്കുന്നുണ്ട് അല്ലേ? വർക്ക് എനർജി പവർ എന്ന് പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ജസ്റ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹീറ്റ് എനർജി ആഡഡ് ടു ദ സിസ്റ്റം അപ്പിയേഴ്സ് ആസ് അതർ ഫോം ഓഫ് എനർജി. ഏതൊക്കെയാണ് ആ അതർ ഫോം ഓഫ് എനർജി? വൺ ഇസ് ഇന്റേർണൽ എനർജി ആൻഡ് അതർ ഇസ് മെക്കാനിക്കൽ വർക്ക്. Okay, so heat transfer to a system is used for two purposes. One, to raise the internal energy of the system, and other is to do some useful work. Clear? So first law of thermodynamics is in accordance with law of conservation of energy. It is in accordance with law of conservation of energy. Sign conventions നമ്മൾ already നോക്കിയതാണ്. When heat is applied to the system, heat added to the system is taken as positive, heat lost by the system is taken as negative, work done by the system is taken as positive, and work done on the system is taken as negative. So when heat is applied to a system, dq is taken as positive. When it is drawn from the system, dq is taken as negative. അതുപോലെ തന്നെ when gas expands, work done by the system is taken as positive. When gas is compressed, work is done on the system. So dw is taken as negative. ഇവിടെ മാറിപ്പോരുത്, ഫിസിക്സിലെ നൊട്ടേഷൻസ്, വർക്കിൻ്റെ നൊട്ടേഷൻസ് അല്ല കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുമ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ടേക്കൻ ആസ് നെഗറ്റീവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് ടേക്കൻ ആസ് പോസിറ്റീവും. പക്ഷെ അങ്ങനെയല്ല,
ഫിസിക്സിനകത്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് പോസിറ്റീവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ്. പിന്നെ ടെമ്പറേച്ചർ ഇന്റേണൽ എനർജിയുടെ കേസിൽ എന്ന് പറയുന്നത് വെൻ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ റാൻഡംനെസ് കൂടും, കൈനറ്റിക് എനർജി കൂടും, സോ ഇന്റേണൽ എനർജി കൂടും. ഓക്കെ, സോ വെൻ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ഇറ്റ്സ് ഇന്റേണൽ എനർജി ഇൻക്രീസസ്, so du is taken as positive. When the temperature of the gas decreases its internal energy decreases, so du is taken as negative. So du is taken as negative. Clear? State first law of thermodynamics March 2019 ചോദിച്ച ചോദ്യമാണ് 1 മാർക്കിന്. ഓക്കെ, സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് thermodynamics ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ലോ ഓഫ് thermodynamics, when a small amount of heat is supplied to the system it gets converted into other form of energy. അത് പറയണതിൻ്റെ ഒപ്പം നിങ്ങൾ ഈ ഇക്വേഷനും എഴുതുക, ഡി ക്യു ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. എന്നിട്ട് പറയുക ഫസ്റ്റ് ലോ is another form of law of conservation of energy. It states that the heat supplied to the system is used for mainly for two purpose. One is to increase the internal energy, ആ സിസ്റ്റത്തിൻ്റെ internal energy കൂട്ടാനും, and second is to do some useful work, കുറച്ച് യൂസ്ഫുൾ വർക്ക് ചെയ്യാനും കൂടിയാണ് നമ്മൾ ഇവിടെ എന്താ ഹീറ്റ് സപ്ലൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് ഗ്യാസ്. ഞാനിപ്പോൾ 2 സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൻ ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴേക്കും വാട്ട് ഇസ് ഹീറ്റ്? ഹീറ്റ് ഇസ് ഈക്വൽ ടു Cp delta T. Cp delta T. എന്താ Cp? Cp is the specific heat at constant pressure. Cp is the specific heat at constant pressure. Constant വോളിയത്തിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴേക്കും, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റും? ഹീറ്റ് ഇസ് ഈക്വൽ ടു Cv delta T. എന്താ Cv? Cv is equal to, Cv എന്താണ്? Cv is the specific heat at constant volume. ഓക്കെ, സോ കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ കേസ് നമുക്ക് എടുത്ത് നോക്കാം. കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ കേസിൽ വർക്ക് ഡൺ 0 ആണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ കേസിൽ വർക്ക് ഡൺ 0 ആണ്. കാരണം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി ഡബ്ല്യു ആണ്. വാട്ട് ഇസ് ഡി ഡബ്ല്യു? ഇൻ്റഗ്രൽ പി ഡി വി. ഇനി കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഡി വി ഉണ്ടാവോ? ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവോ? ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ 0 ആണ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ. അപ്പോൾ ഫസ്റ്റ് ലോ അനുസരിച്ച് ദ എൻറ്റയർ ഹീറ്റ് സപ്ലൈഡ്, ഓക്കെ, ദ എൻറ്റയർ ഹീറ്റ് സപ്ലൈഡ് 2 പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. വൺ ഇസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് അതർ ഇസ് ടു ഡൂ സം യൂസ്ഫുൾ വർക്ക്. കുറച്ച് ഇൻറ്റേർണൽ എനർജി ചെയ്യാനായിട്ടും കുറച്ച് നമുക്ക് വർക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ ദ എൻറ്റയർ ഹീറ്റ് ഇസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. എൻറ്റയർ ഹീറ്റ് സപ്ലൈഡ് ഇസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൽ നമുക്ക് എൻറ്റയർ ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം നോക്കാം. ഇറ്റ് ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. സോ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൽ നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? സി വി ഡെൽറ്റ ടി. ഇൻറ്റേർണൽ എനർജി ചേഞ്ചിൽ നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? സി വി ഡെൽറ്റ ടി. ഓക്കെ, സി വി ഡെൽറ്റ ടി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. സി വി ഡെൽറ്റ ടി. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എടുക്കാം. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് അപ്ലൈ ചെയ്യാം. ഒന്ന്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിനകത്ത് ഹീറ്റ് സപ്ലൈഡ് 2 പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഇൻറ്റേർണൽ എനർജി കൂട്ടാനും പിന്നെ കുറച്ച് വർക്ക് ചെയ്യാനും. ഇൻറ്റേർണൽ എനർജി കൂട്ടാനും വർക്ക് ചെയ്യാനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പ്രഷറിനകത്ത് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ? സി പി ഡെൽറ്റ ടി. സി പി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിക്ക് നമ്മളിപ്പോൾ ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി. സോ സി പി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് വർക്ക് ഡൺ CV delta T plus work done. So heat supplied at constant pressure CP delta T equal to change in internal energy. Change in internal energy എത്രയാണ്? It is CV delta T plus work done. Clear? ഇനി work done എന്താ? ഞാനിവിടെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കണേ. work done എന്താ? P delta V. വോളിയം ചേഞ്ച് നടക്കണ്ടല്ലേ? കോൺസ്റ്റൻറ്റ് പ്രഷറിനകത്ത് പ്രഷർ മാത്രമേ ചേഞ്ച് ആവത്തുള്ളൂ, വോളിയം ചേഞ്ച് നടക്കുന്നുണ്ട്. സോ P ഇൻറ്റു ഡെൽറ്റ വി. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് കിട്ടി സി പി ഡെൽറ്റ ടി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. ഇനി പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണെന്ന് അറിയാലോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി ഈക്വൽ ടു എൻ ആർ ടി നമുക്കറിയാം. എന്നും ആറും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ പി ഇൻറ്റു ഡെൽറ്റ വി
പി ഇൻറ്റു ഡെൽറ്റ വി എന്തായിരിക്കും? എൻ ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് എടുക്കണ്ട. സോ ഞാനിപ്പോൾ എൻ എടുക്കുന്നില്ല. എൻ എന്താ? നമ്പർ ഓഫ് മോൾസ് നമുക്ക് 1 ആക്കി എടുക്കാം. ഓക്കെ, ഈ ലെസണിൽ ത്രൂ ഔട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസ് 1 ആക്കി എടുക്കണം. പെർ മോൾ 1 അല്ലേ, 1 മോൾ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. കാരണം വോളിയം ചേഞ്ച് ഇവിടെ എന്തുകൊണ്ടാണ്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, സോ പി ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഇക്വേഷനകത്ത് സി പി ഡെൽറ്റ ടി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടും. എല്ലാ ടേമിനകത്തും ഡെൽറ്റ ടി കോമൺ ആണ്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഫൈനലി യു ഗെറ്റ് സി പി ഈസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. Or we can say Cp minus Cv is equal to R. And this relation, okay, this relation between the two specific heats is known as Myers relation. Okay, Cp minus Cv equal to R. അതുപോലെ ratio of specific heats എന്താണ്? Cp by Cv is equal to gamma. ഈ രണ്ട് റിലേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സി പിനെയും സി വിനെയും ആറിൻ്റെയും ഗാമയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദിസ് റിലേഷൻ ഡെറിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്തു. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? സി പി ഡെൽറ്റ ടി. കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ എന്താ ഹീറ്റ്? സി വി ഡെൽറ്റ ടി. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് ലോ അനുസരിച്ച് ദർ ഇസ് നോ വർക്ക് ഡൺ. അപ്പോൾ എൻറ്റയർ ഹീറ്റ് സപ്ലൈ ഡ്യൂറിങ് എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ സപ്ലൈ ചെയ്യുന്ന എൻറ്റയർ ഹീറ്റും നമ്മൾ ഇൻറ്റേർണൽ എനർജി കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. സോ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റേർണൽ എനർജി ചേഞ്ചിനെ നമുക്ക് സി വി ഡെൽറ്റ ടി എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഹീറ്റ് സപ്ലൈഡ് ഇൻ എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്. സോ ഹീറ്റ് സപ്ലൈഡ് ഇൻ എ കോൺസ്റ്റൻറ്റ് pressure process Cp delta T equal to change in internal energy which is Cv delta T plus work done which is P delta V. ഈ P delta V നെ നമുക്ക് ആറിൻ്റെയും ടീൻ്റെയും ടേംസിലേക്ക് എഴുതിയേക്കണം. ഓക്കെ, P delta V, PV equal to RT. സോ P delta V equal to R into delta T. R ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എല്ലാ ടേമിലും ഡെൽറ്റ ടി വരും. സോ Cp is equal to Cv plus R. So Cp minus Cv equal to R. This relation is known as Myers relation. ഇത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഡിറൈവ് ദ റിലേഷൻ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ വെർ സി പി ആൻഡ് സി വി ആർ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് വോളിയം റെസ്പെക്റ്റീവ്ലി ആൻഡ് ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഓക്കെ, സോ കോൺസ്റ്റന്റ് പ്രഷറിൽ സപ്ലൈ ചെയ്ത ഹീറ്റ് സി പി ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി, കോൺസ്റ്റന്റ് വോളിയത്തിൽ സപ്ലൈ ചെയ്ത ഹീറ്റ് പ്രോസസ് പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വി. ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇറ്റ് ഇസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി ഈക്വൽ ടു അല്ലേ, സി പി ഡെൽറ്റ ടി ഈക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി. സോ സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. ദിസ് റിലേഷൻ ഇസ് നോൺ ആസ് മയേഴ്സ് റിലേഷൻ. പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന ഒരു ഡെറിവേഷൻ. സോ യു ക്യാൻ ഫോളോ ദിസ് ഡെറിവേഷൻ. ഇംപ്രൂവ്മെൻറ്റ് 2019 2 മാർക്കിന് ചോദിച്ചതാണ്. സോ ഇത്രയും സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് പ്രോസസ്സാണ്. സോ നമുക്ക് ഇനി തെർമോഡൈനാമിക്സിന് ഒരു സെഷനും കൂടി ഉണ്ടാവും. ഈ സൺഡേ നമുക്ക് എന്ത് ചെയ്യാം? തെർമോഡൈനാമിക്സിൻ്റെ ബാക്കി അല്ലേ, ഏതാ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് എഞ്ചിൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. റെഫ്രിജറേറ്റേഴ്സ്, പിന്നെ ഹീറ്റ് പമ്പ് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാർനോട്ട് എഞ്ചിനും കാർനോട്ട് സൈക്കിളെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് ബാക്കിയുണ്ട്. പ്ലസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കൈനറ്റിക് തിയറി, അതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാം. തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് അതുപോലെ തന്നെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ എൻറ്റയർ ഒരു റിവിഷനും നമുക്ക് ഈ സൺഡേ ഉച്ചയ്ക്ക് ഉണ്ടാകും. ടൈം വിൽ ബി 3 o'clock. സോ ആ സെഷന് നിങ്ങൾ ട്യൂൺ ഇൻ ചെയ്യുക. അതുവരെ നിങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത എല്ലാ ലെസൺസും പഠിക്കുക, ഈ ലെസൺസും റിവൈസ് ചെയ്യുക. നമുക്ക് സൺഡേ നമുക്ക് അടുത്തൊരു സെഷൻ നമുക്ക് ഇതാക്കാം. അപ്പോൾ ഫിസിക്സിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, സോ സൺഡേ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, ഞാൻ പോവാണ്. ഐ എം ഗോയിങ്. സോ സൺഡേ ഉച്ചയ്ക്ക് മറക്കണ്ട. അതുപോലെ തന്നെ ഇന്ന് രാത്രി 8:30 സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. മാത്സിൻ്റെ റിവിഷൻ മാരത്തൺ സീരീസ് സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ നമ്മുടെ മഹേഷ് സാർ എടുക്കുന്നതാണ്. സോ ദാറ്റ് സെഷനും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ആ സെഷനും കൂടെ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് ട്യൂൺ ഇൻ ചെയ്യുക. സോ ഞാൻ ഇന്ന് പോവാണ്, വിട പറയുകയാണ്. ഓക്കെ, സോ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.